ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണല്ലോ അല്ലേ ഓൺലൈനിലുള്ളവർക്ക്? കേൾക്കാമോ? ഓക്കെ. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വളരെ ജനറലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പേപ്പർ 2-ൻ്റെ വായനയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു വായനയുടെ നമ്മൾ എങ്ങനെ വായിക്കുന്നു, അതിലൂടെ നമ്മൾ എങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് പേപ്പർ 2-ൽ മാർക്ക് കിട്ടുന്നത്. കാരണം അതൊരു നമ്മൾ പേപ്പർ 1-ൽ ഇപ്പോൾ നമ്മൾ സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ കാലഘട്ടങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ കുറച്ചും കൂടി സബ്ജക്റ്റീവാണ്. ആ വിഷയം നമുക്ക് ഇന്നതാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ പേപ്പർ 2-ലേക്ക് വരുമ്പോൾ ഒരു സർഗാത്മക വായന ആവശ്യപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെ വായിക്കണം? അതിൽ നമ്മുടെ വായന എന്ന് പറയുന്നത് നിങ്ങൾ ഓപ്ഷനിൽ എടുക്കുമ്പോൾ പലപ്പോഴും ഒരു ഡിഗ്രി, ഒരുപക്ഷെ മലയാളം ആയിരിക്കില്ല, വളരെ പെട്ടെന്ന് നിങ്ങളൊരു മാസ്റ്റർ ലെവൽ സിലബസ് ഓപ്ഷനിൽ പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആദ്യ വായനകൾ പോരാ നമുക്ക് നല്ല മാർക്കിലേക്ക് ഓപ്ഷണൽ പേപ്പറിൻ്റെ പേപ്പർ 2 എത്തിക്കാൻ. അതെങ്ങനെ വായിക്കണം, ആ വായനയിൽ എന്തൊക്കെ നമ്മൾ കണ്ടെത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അത് നമുക്ക് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പേപ്പർ 2-ൻ്റെ 12ഓളം കവിതകളാണ്. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം, നമുക്ക് അത് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം. എന്താണ് ഈ കവിത? ഈ സാഹിത്യത്തിലും കലയിലും ഒക്കെ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വായിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നായിട്ടാണ് കവിതയെ പറയാറ്. ഇപ്പോൾ കഥയാണെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ കലകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നൊരു കല വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്നൊരു അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ അങ്ങനെയാണ്. നാടകം കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നെ അതുപോലെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഒന്നാണ് നൃത്തം. നൃത്തം വളരെ നന്നായി ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും, അതിൻ്റെ അർത്ഥതലങ്ങൾ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അറിവ് വേണം. അപ്പം അതുപോലെ കുറെ കൂടി ഈ നൃത്തവും കവിതയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയും ചിലപ്പോൾ. കാരണം ഇത് രണ്ടും നേരിട്ട് കാര്യം പറയല്ല. ഇപ്പം നൃത്തത്തിലാണെങ്കിൽ മുദ്രകളിലൂടെയും ഭാവങ്ങളിലൂടെയും ഒക്കെ ഒരു കഥ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കവിതയും. കവിത ഭാഷയെ ഏറ്റവും നേരിട്ട് അല്ലെങ്കിൽ ലളിതമായി അർത്ഥത്തെ കൈകാര്യം ചെയ്യുന്ന ഒന്നല്ല, പകരം ഭാഷയുടെ ഏറ്റവും മനോഹരമായ സാധ്യതകളെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ കവിതാ വായന അല്ലെങ്കിൽ കവിത ആസ്വാദനം എന്ന് പറയുന്നതിന് നമുക്ക് പല തലങ്ങളുണ്ട് എന്ന് പറയാം. നമ്മുടെ ഒരു ഭാരതീയമായ സങ്കല്പത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പഠിക്കാനുള്ള കവിതകളിൽ തന്നെ പല സങ്കല്പങ്ങളിലുള്ള കവിതകളുണ്ട്. നമ്മുടെ ഭാരതീയ സങ്കല്പപ്രകാരം കവിത എന്ന് പറയുന്നത് ഒരു ആസ്വാദനത്തിന് വേണ്ടി അല്ലെങ്കിൽ രസാനുഭവത്തിന് വേണ്ടി എഴുതപ്പെടുന്ന ഒന്നാണ് കവിതയെക്കുറിച്ച് പറയുന്നത്. ഈ രസാനുഭവം എന്നുള്ളത് കുറച്ചും കൂടി ഒരുപാട് അർത്ഥതലങ്ങളുള്ളതാണ്. ഈ രസാനുഭവം എന്ന വാക്കിൽ നിന്നാണ് നമുക്ക് UPSC പരീക്ഷയിൽ കമ്പൽസറി ആയിട്ട് എഴുതേണ്ടി വരുന്ന ചോദ്യങ്ങളുണ്ട്. ആദ്യത്തെ 5 ചോദ്യങ്ങൾ പേപ്പർ 2-ൽ 5 കവിതാഭാഗങ്ങൾ തന്ന് സന്ദർഭം സൂചിപ്പിച്ച് ആശയം വ്യക്തമാക്കി സാരസ്യം വിശദമാക്കുക എന്നാണ് ചോദ്യം. ഈ സാരസ്യം എന്ന വാക്ക് വരുന്നത് ഈ രസാനുഭവത്തിൽ നിന്നാണ്. നമുക്ക് കിട്ടുന്ന രസാനുഭവം എന്ത് എന്നതാണ് ഈ സാരസ്യം എന്ന വാക്കിന്റെ നമ്മൾക്ക് കിട്ടുന്ന രസാനുഭവത്തെയാണ് ചോദിക്കുന്നത് അവിടെ. അപ്പൊ ഈ സാരസ്യം എഴുതലും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു പോകണം. അതും കൂടി നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് ചർച്ച ചെയ്യാം, എന്താണ് സാരസ്യം എന്നുള്ളത്. അപ്പോൾ രസാനുഭവം നൽകുന്ന ഒന്നാണ്, അല്ലെങ്കിൽ രസികത്വം അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം കവിത എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യമായിട്ടുണ്ടായിരുന്നൊരു സങ്കല്പം. അപ്പോൾ വിനോദോപാധി അല്ലെങ്കിൽ ആസ്വാദനത്തിന് നമുക്ക് സൗന്ദര്യാത്മകമായ അനുഭവം നൽകുന്ന ഒരു പാരമ്പര്യമായിരുന്നു നമുക്ക് കവിതയെക്കുറിച്ച് ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ രസാനുഭവം എന്ന് പറയുന്നതിന് ഒരുപാട് തലങ്ങളുണ്ട്. നമുക്ക് നവരസങ്ങൾ എന്നാ പറയാം, നമ്മൾ 5 രസങ്ങളെ കുറിച്ച് പറയും. ഇതെല്ലാം പല അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ശൃംഗാരം എന്ന് പറയുന്ന രസാനുഭവം, അത് കവിതയുടെ ഒരു വൈകാരികത കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ്. ഇപ്പൊ രസാനുഭവം എന്ന് പറയുന്നതിന് കവിത ആസ്വാദനത്തിന് പല തലങ്ങളുണ്ട്. ഒരു കവിതയിൽ തന്നെ പല തരത്തിൽ നമുക്ക് കിട്ടും. അതിനെ ഞാനൊന്ന് പറയാൻ ശ്രമിക്കാം. ഒന്ന് വൈകാരിക അനുഭൂതിയാണ്. വികാരങ്ങളെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള, എല്ലാം വികാരങ്ങളാണ്, നമ്മുടെ എല്ലാ രസങ്ങളുടെയും പുറകിൽ വികാരങ്ങളുണ്ട്. ഇപ്പൊ ശൃംഗാരം പോലെ അല്ലെങ്കിൽ കോപം പോലെ ഒക്കെയുള്ള അനുഭവങ്ങൾ, ആ രസാനുഭവം നമ്മൾ പല വികാരങ്ങൾ, കഥാപാത്രങ്ങളിലൂടെ കഥാസന്ദർഭങ്ങളിലൂടെ ഒരു വൈകാരിക അനുഭൂതി നമ്മൾക്ക് നൽകുന്നതാവാം. അങ്ങനത്തെ കവിതകൾ ഉണ്ടാകാം. എല്ലാ കവിതകൾക്കും വൈകാരിക അനുഭൂതിയാന്ന് പറയാൻ പറ്റില്ല. ചില കവിതകളിൽ വൈകാരികതയോടൊപ്പമോ അല്ലെങ്കിൽ വൈകാരികത ഇല്ലാതെയോ തന്നെ സൗന്ദര്യ അനുഭൂതി ഉണ്ടാവും. പൊതുവിൽ സൗന്ദര്യാനുഭൂതി വൈകാരികതയോട് ചേർന്ന് നിൽക്കുന്നതാണ്. എന്നാലും നമുക്ക്
ഒരു മനോഹരമായ കാഴ്ചയെ അവതരിപ്പിക്കുന്നതിന് ആ കാഴ്ച കാണുമ്പോൾ ഇപ്പൊ നമുക്കൊരു ചിത്രമൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു നല്ല മനോഹരമായ ഒരു ചിത്രം കാണുക എന്ന് കരുതുക. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ, അതിന് വേണമെങ്കിൽ നമുക്കൊരു സൗന്ദര്യ അനുഭൂതി എന്ന് പറയാം. ഒരു മനോഹരമായ ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള വർണ്ണനയിൽ നമുക്ക് ഈ പറയുന്ന മണിപ്രവാള കവിതയിലൊക്കെ കാണുന്ന അതാണ്, ഒരു സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. അത് നമ്മളിൽ വളരെ മനോഹരമായ ഒരു അനുഭവം ഉണ്ടാക്കാം. അല്ലെങ്കിൽ പ്രകൃതി വർണ്ണനകൾ, ഇത് നമുക്ക് മനോഹരമായ പ്രകൃതി, പ്രഭാതം, പൊട്ടിവിടരുന്ന പ്രഭാതത്തെ കുറിച്ചൊക്കെ മണിപ്രവാള കവിതയുണ്ട്, അത് നമുക്ക് സൗന്ദര്യ അനുഭൂതി ഉണ്ടാക്കാം. അപ്പൊ ഇത്തരത്തിൽ കവിതകളിൽ നമുക്ക് ഈ രസാനുഭവം തന്നെ സൗന്ദര്യ അനുഭൂതിയിലൂടെ ഉണ്ടാകാം, ഒരു കാഴ്ചയുടെ അനുഭവം. കവിതയുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ കേവലം അനുഭൂതിപരം എന്ന് പറയുന്നത്, രസാനുഭവം എന്ന് പറയുന്നത് ഈ വൈകാരികതയ്ക്കും സൗന്ദര്യത്തിനും അപ്പുറത്തുണ്ട് എന്നൊരു ചിന്ത വരുന്നുണ്ട്. അതിന് നമുക്ക് ആശയ അനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം. ആശയത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന അനുഭവം, അതിനെയാണ് നമ്മൾ ആശയ അനുഭൂതി എന്ന് പറയുന്നത്. ഒരു പുതിയ ആശയം നമ്മുടെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കാനോ നമ്മുടെ ചിന്തകളിൽ പുതിയൊരു മാറ്റം വരുത്താനോ അല്ലെങ്കിൽ ഒരു പുതിയ ആശയം നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം, ഇതിനെ നമുക്ക് ആശയ അനുഭൂതി എന്ന് പറയാം. ഇങ്ങനെ ഈ വൈകാരിക അനുഭൂതിയിൽ തന്നെ നമ്മൾ ശൃംഗാരം പറഞ്ഞത്, അതേപോലെ നമുക്ക് പഠിക്കാനുള്ള കവിതകൾ ഏറ്റവും കൂടുതൽ വൈകാരികമാക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് ഭക്തി. പ്രാചീന കവിതകളിലൊക്കെയും എഴുത്തച്ഛനിലും ഒക്കെ ഈ വൈകാരിക അനുഭൂതി എന്ന് പറഞ്ഞാൽ ഭക്തിയാവാം, എന്തും ആവാം. നമുക്ക് പല കവിതകളിൽ പലതും ഉണ്ട്, ഞാൻ ശൃംഗാരമാണ് ഉദാഹരണം പറഞ്ഞെങ്കിലും. ഇപ്പോൾ ഈ 3 തലങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ സൗന്ദര്യ അനുഭൂതി നമ്മൾ വർണ്ണനകളിലൂടെ പറഞ്ഞു, മനോഹരമായ വർണ്ണനകൾ ഉണ്ടാകാം. അത് കൂടാതെ തന്നെ അലങ്കാരങ്ങളിലൂടെയും ഈ സൗന്ദര്യ അനുഭൂതി ഉണ്ട്. ഈ കവിത എന്ന് പറഞ്ഞാൽ അലങ്കൃതമാണ്, അലങ്കരിക്കപ്പെട്ടതിനാണ് എന്നാണ് പറയുന്നത് കവിതയുടെ ഭാഷയെ, കവിതയെ. ഈ അലങ്കാരം എന്ന് പറയുന്നത് ഉപമ, ഉൽപ്രേക്ഷ, അതിനെയൊക്കെയാണ് നമ്മൾ പൊതുവിൽ അലങ്കാരം എന്ന് പറയുന്നത്. ആ വാക്കിന്റെ അർത്ഥം നമ്മൾ ഈ പറഞ്ഞ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതായത് സൗന്ദര്യത്തെ കൂട്ടാൻ, നമ്മളൊരു ആശയം പറയുമ്പോൾ അതിനെ കൂടുതൽ മനോഹരമാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് 2 തരത്തിലാണ് നമ്മൾ പറയും. ശബ്ദാർത്ഥങ്ങളുമുണ്ട്, ശബ്ദാലങ്കാരങ്ങളുമുണ്ട്, അർത്ഥാലങ്കാരങ്ങളുമുണ്ട്. ശബ്ദാലങ്കാരങ്ങൾ എന്ന് പറയുന്നത് പ്രാസത്തെയാണ്, ഒരേ അക്ഷരങ്ങൾ ആവർത്തിക്കുക, അല്ലെങ്കിൽ എല്ലാവരുടെ അവസാനം ഒരേപോലെ വരിക, ഇങ്ങനെയൊക്കെ വാക്കുകൾ ആവർത്തിക്കുക, ഇതിനെയൊക്കെയാണ് നമ്മൾ ശബ്ദാലങ്കാരങ്ങൾ എന്ന് പറയാം. അർത്ഥാലങ്കാരങ്ങൾ എന്ന് പറയുന്നതാണ് ഉപമ, ഉൽപ്രേക്ഷ, അങ്ങനെയൊക്കെ. നിങ്ങൾ അത്യാവശ്യം ക്ലാസ്സുകളിലേക്ക് ഇരുന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഉപമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്ന് മറ്റൊന്നിനോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് എന്നാണ് അതിൻ്റെ ഒരു നിർവചനം. ഒന്നിനെ മറ്റൊന്നുമായി സാദൃശ്യപ്പെടുത്തി പറയുക. അപ്പോൾ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, കാലങ്ങളായി പറയുന്ന ഒരു ഉദാഹരണമാണ്. ആ രാജാവിനോട് പറയാം, രാജാവിന്റെ മുഖം ചന്ദ്രനെ പോലെ ഉണ്ട്, മുഖം കാണുമ്പോൾ ചന്ദ്രനെ പോലെ ഉണ്ട് എന്ന് പറയാം. അപ്പൊ രാജാവിന്റെ മുഖകാന്തി ആണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ അലങ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അലങ്കാരങ്ങൾ, അർത്ഥാലങ്കാരങ്ങൾ എന്ന് പറയാം. അപ്പൊ അർത്ഥാലങ്കാരങ്ങളും ശബ്ദാലങ്കാരങ്ങളും വഴിയോ വർണ്ണനകൾ വഴിയോ ഒക്കെ നമുക്കൊരു കാവ്യത്തിലൂടെ സൗന്ദര്യ അനുഭൂതി കിട്ടുന്നതിനെയാണ് നമ്മൾ ഇതിന്റെ രസാനുഭവത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു കവിതയുടെ സാരസ്യം എഴുതുക എന്ന് പറയുമ്പോൾ എല്ലാ കവിതകൾക്കും അല്ലെങ്കിൽ നമുക്ക് തരുന്ന എല്ലാ 4 വരികളും ഇതെല്ലാം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഘടകമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലേതാണ് അതിൽ വരുന്നതെന്ന്, നമ്മൾ ഈ പേരൊന്നും എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു കവിതാ വരി തരുമ്പോൾ അതിൻ്റെ സാരസ്യം എന്ന് പറയുന്നത് UPSC നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ കവിതാ സന്ദർഭത്തെ നിങ്ങൾക്ക് വായിച്ച് നിങ്ങൾക്കുണ്ടായ ഒരു അനുഭൂതി എന്താണ് എന്നുള്ളതാണ്. ഉദാഹരണം കൂടി പറയാം. ഏറ്റവും കൂടുതൽ എപ്പോഴും ചോദിക്കുന്നു ഉണ്ണുനീലി സന്ദേശത്തിൽ നിന്നുള്ള വരികൾ എപ്പോഴും ചോദിക്കാറുണ്ട് മിക്ക വർഷങ്ങളിലും. പ്രാചീന കവിതകളെല്ലാം തന്നെ ചോദിക്കാറുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിലെ ഒരു പ്രഭാത വർണ്ണന, നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാളം പോലെ കുസുമധനുഷോ ഹന്ത പൂങ്കോഴി കൂവി എന്ന് തുടങ്ങുന്ന പ്രഭാത വർണ്ണനയുണ്ട്. അപ്പോൾ അവിടെ ആ വരികൾ തന്നിരിക്കുന്നു എന്ന് കരുതുക ചോദ്യത്തിൽ. എന്നിട്ട് നമ്മോടുള്ള ചോദ്യം സന്ദർഭം സൂചിപ്പിച്ച് ആശയം വ്യക്തമാക്കി സാരസ്യം വിശദമാക്കുക. ഈ ഒരു ചോദ്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് സൗന്ദര്യ അനുഭൂതിയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഉത്തരം എഴുതുമ്പോൾ ഇത് കേരളത്തിലെ മനോഹരമായൊരു പ്രഭാതമാണ്, പ്രഭാതത്തിന്റെ സൗന്ദര്യമൊക്കെ കവി അവതരിപ്പിച്ചു എന്നാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ഒരു ടെക്നിക്കൽ ടൈം ഞാനിവിടെ പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ ചിന്തിക്കണം നിർബന്ധമില്ല, പക്ഷെ അത് തന്നെയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അങ്ങനെ ഒരു കവിത നമ്മൾ അതിൻ്റെ ഒരു സൗന്ദര്യ അനുഭൂതിയിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ കവിതാ വായനയിൽ അത് മാത്രം പോരാ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ രസാനുഭവങ്ങളെ മാത്രം മുൻനിർത്തി അല്ല ഒരു UPSC പഠിതാവ് കവിതയെ വായിക്കേണ്ടത്. ഇത് നമ്മുടെ ആദ്യ വായനയിൽ നമ്മളൊരു സാധാരണ വായനക്കാരനാണെങ്കിലും, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമല്ല കവിത ഇഷ്ടപ്പെടുന്ന ഒരു വായനക്കാരനാണെങ്കിലും ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടും. ഇപ്പോൾ ഒരു ഇമോഷണൽ കവിത വായിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും, അല്ലെങ്കിൽ വൈകാരികമായി പോകാം.
അല്ലെങ്കിൽ ഒരു മനോഹരമായ വർണ്ണനയുള്ള കവിത വായിക്കുമ്പോൾ നമുക്ക് സൗന്ദര്യം അനുഭവപ്പെടാം. ഇത് ഏതൊരു സാധാരണ വായനക്കാരനും കിട്ടുന്ന കവിതയെക്കുറിച്ച് അത്യാവശ്യം കവിത വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഏതൊരാൾക്കും കിട്ടുന്ന ഒന്നാണ്. നമ്മൾ ഒരു UPSC പഠിതാവ് എന്ന രീതിയിൽ നമ്മൾ കവിത വായിക്കുമ്പോൾ അതിൽ നമ്മൾക്ക് ഒരു ചരിത്ര സങ്കല്പം, ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, ഈ കവിത എഴുതപ്പെട്ട കാലം, ഇതിനെല്ലാത്തിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വായന വേണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് നമ്മളൊരു ഉത്തരത്തിലേക്ക് വരുമ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം അതൊന്ന് ഞാൻ പറയാം. ഇത് ഒരു കവിത ഞാൻ ഉദാഹരണം പറയുന്നേ ഉള്ളൂ. ഇത് മായ്ക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കവിതാ സന്ദർഭത്തിലേക്ക് വരാം. നമുക്ക് തന്നിരിക്കുന്ന വരികൾ ഉണ്ണുനീലി സന്ദേശത്തിലെ പ്രഭാത വർണ്ണനയുള്ള 4 വരികളാണെന്ന് കരുതുക. അപ്പം നമ്മൾ അതിനൊരു ആമുഖം എഴുതുന്ന സമയത്ത് നേരെ നമുക്കിതിൽ സൗന്ദര്യം ഉണ്ടെന്ന് പറയുന്ന തരത്തിലായിരിക്കരുത് എഴുതരുത്. നമ്മൾ നമ്മുടെ കവിതാ വായനയിൽ ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്ന അടുത്തൊരു പോയിന്റ് ചരിത്ര അനുഭൂതി കൂടി ഒരു വായനക്കാരായ നമ്മൾക്കുണ്ടാവണം. ഇത് എല്ലാവർക്കും കിട്ടില്ല. എന്ന് വെച്ചാൽ കവിതാ ചരിത്രം എല്ലാവരും പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഇത് നമ്മുടെ പഠനത്തിൽ അതുകൂടിയുണ്ട്. നമ്മൾ UPSC പഠിതാക്കൾ എന്ന രീതിയിൽ മലയാള സാഹിത്യ ചരിത്രത്തെ ചരിത്രപരമായി കൂടി വിലയിരുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണുനീലി സന്ദേശത്തിൽ ഒരു വരി കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ഇത് നമ്മൾ മണിപ്രവാള കവിത എന്താണെന്ന് പഠിക്കാനാണ് പഠിക്കുന്നത്. 2, മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ അതിമനോഹരമായ ഒരു സന്ദേശകാവ്യമാണ്. അങ്ങനെ ആദ്യത്തേത് മാത്രമല്ല, അതിമനോഹരവുമാണ്. ഇത്തരത്തിൽ മണിപ്രവാള കവിതയെക്കുറിച്ചും സന്ദേശകാവ്യ പാരമ്പര്യത്തെക്കുറിച്ചുമുള്ള ഒരു ആമുഖത്തിലായിരിക്കണം അത് തുടങ്ങേണ്ടത്. കാളിദാസന്റെ മേഘസന്ദേശ കാവ്യ പാരമ്പര്യത്തിൽ നിന്നും മലയാളത്തിൽ മണിപ്രവാളത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സന്ദേശകാവ്യമായ ഉണ്ണുനീലി സന്ദേശത്തിൽ അതിൻ്റെ ഒരു കാലഘട്ടം കൂടി പറഞ്ഞാൽ നല്ലത്. 13ാം ശതകത്തിൽ രചിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു ഉണ്ണുനീലി സന്ദേശത്തിലെ മനോഹരമായൊരു പ്രഭാത വർണ്ണനയാണ് സന്ദർഭം. അപ്പൊ നമ്മൾ അവിടെ ചരിത്രപരമായ ആ കവിത അടയാളപ്പെടുന്നു. ഇത് ഉണ്ണുനീലി സന്ദേശം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പാട്ടിന്റെ 2 കവിത പഠിക്കുന്നുണ്ട്. അപ്പോൾ പാട്ട് പ്രസ്ഥാനത്തിന്റെ ഇന്ന കാലഘട്ടം ഇന്ന പ്രത്യേകതകൾ കൊണ്ട് എഴുതപ്പെട്ട ഇന്ന കവിയുടെ കവിതയാണ് സന്ദർഭം. ഓക്കെ, ഇനി ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ചരിത്ര അനുഭൂതിക്ക് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഈ പെരുന്തച്ഛനിലെ വരികളാണെന്ന് കരുതുക. ബാക്കി ഞാൻ പറയാം, ആശയവും സന്ദർഭവും ഞാൻ പറയാം. പെരുന്തച്ഛനിലെ വരികളിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നമുക്കങ്ങനെ ഒരു പ്രസ്ഥാനവുമായിട്ട് അതിന് ഡയറക്റ്റ് ബന്ധമില്ല. അതേസമയം ജിയെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. മലയാളത്തിൻ്റെ കാവ്യലോകത്ത് വളരെ വൈവിധ്യമായ ആവിഷ്കാരങ്ങൾ കൊണ്ട് മനോവിജ്ഞാനീയത്തിൻ്റെ തലങ്ങൾ ഉപയോഗിച്ച് ജി ശങ്കരക്കുറുപ്പ് അവതരിപ്പിച്ച, ജ്ഞാനപീഠ ജേതാവായ ജി ശങ്കരക്കുറുപ്പ് അവതരിപ്പിച്ച മനോഹരമായൊരു കാവ്യമാണ് പെരുന്തച്ഛൻ. അപ്പോൾ അവിടെ ജി എന്ന് പറയുന്ന കവിയെ നമ്മുടെ അതിൻ്റെ ചരിത്രബോധത്തിൽ ആ കവിത നമ്മൾ പഠിക്കുന്നത് ജി എന്ന കവിതയെ പഠിക്കാനാണ്. പിന്നെ ആ കാലഘട്ടം ജി ശങ്കരക്കുറുപ്പ് അടയാളപ്പെടുത്തുന്ന കവിത്രയാനന്തര കവികളുടെ ചില പ്രത്യേകതകൾ, പ്രത്യേകിച്ച് ഒരു മനഃശാസ്ത്ര കവിത എന്ന രീതിയിലൊക്കെ നമ്മളത് പഠിക്കുന്നത്. ആ ചരിത്ര അനുഭൂതി വേണം നമ്മൾ ആമുഖത്തിൽ അടയാളപ്പെടുത്താൻ. ഓരോ കവിത വായിക്കുമ്പോഴും ആ കവി, കാലം, ആ കവിതയുടെ പ്രത്യേകത. പെരുന്തച്ഛൻ എന്ന് പറയുന്ന കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുടിയൊഴിക്കൽ എന്ന് പറയുന്ന കവിതയ്ക്ക് പ്രത്യേകതയുണ്ട്. ചിന്താവിഷ്ടയ സീതയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തെ നമ്മൾ ആമുഖത്തിൽ അടയാളപ്പെടുത്തണം. ഇത് ചരിത്ര അനുഭൂതിയിൽ നിന്നാണ് രൂപപ്പെടേണ്ടത്. ക്ലിയർ ആയോ ആശയം എന്താണെന്നുള്ളത്? നമ്മൾ കവിത എങ്ങനെ വായിക്കണം എന്നുള്ളത് ആശയം മാത്രമല്ല, കവിതയുടെ ചരിത്രപരമായ സ്പേസിനെ അടയാളപ്പെടുത്തണം. നമുക്ക് ശരിക്കും പഠിക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കവിതാ ചരിത്രത്തിൽ പാട്ടിൽ നിന്ന് 2 കവിത, മണിപ്രവാളത്തിൽ നിന്നൊരു കവിത, ഭക്തി സാഹിത്യത്തിൽ നിന്നൊരു കവിത, ഭീഷ്മോർവൻ കിളിപ്പാട്ട്, പിന്നീട് മലയാളത്തിന്റെ ആധുനിക കവിത്രയത്തിന്റെ ഭാഗമായി കുമാരനാശാനെ പഠിക്കുന്നു. കവിത്രയാനന്തര കവികളുടെ ഭാഗമായി 4 കവികളെ പഠിക്കുന്നു. അതിൽ വൈലോപ്പിള്ളിയുണ്ട്, ജി ശങ്കരക്കുറുപ്പുണ്ട്, NV കൃഷ്ണവാര്യരുണ്ട്, ONV കുറുപ്പുണ്ട്, ഭൂമിക്കൊരു ചരമഗീതം വരെ. ആധുനിക കവികളുടെ പാരമ്പര്യത്തെ പഠിക്കാൻ വേണ്ടി അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം പഠിക്കുന്നു, പണ്ടത്തെ മേശാന്തി പഠിക്കുന്നു, ഉത്തരാധുനിക കവിതയെ പഠിക്കാൻ വേണ്ടി മേഘരൂപം പഠിക്കുന്നു. ഇതാണ് ആ കവിതാ പാരമ്പര്യം. അതിനെ നമ്മൾ വന്ന വലിയ മാറ്റങ്ങളെ ഉത്തരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള, അല്ല ആ കവിതയുടെ വായനയിൽ കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആമുഖം എഴുതി വീണ്ടും നമുക്ക് ഉണ്ണുനീലി സന്ദേശത്തിന്റെ വരികളിലേക്ക് വരാം. അടുത്ത് നമ്മൾ അതിന്റെ ആശയം, അത് ഏറ്റവും ലളിതമായ വരികളിൽ ആ വരികളുടെ ആശയം മിക്കവാറും നിങ്ങൾക്ക് അറിയുന്ന വരികൾ തന്നെയായിരിക്കും തരിക. ചിലപ്പോൾ ആരോടെങ്കിലും പറയുന്ന സംഭാഷണങ്ങൾ തരാറുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിലാണെങ്കിൽ ഓരോ വരികളുടെയും ആശയം, അത് ഇന്ന വരികൾക്ക് ഇന്ന ആശയം എന്നുള്ള വളരെ ലളിതമായ നമ്മുടെ സ്വന്തം ഭാഷയിലേക്ക് ആക്കി എഴുതുക. അതിന് ഭയങ്കര കട്ടിയായ ഭാഷയോ അതല്ലെങ്കിൽ ആ വരികളുടെ ഒരു വാക്കുപോലും വിട്ടുപോകാതെ എഴുതണമോ അങ്ങനെയൊന്നുമില്ല. നമുക്കിത് വായിക്കുമ്പോൾ നമ്മളിത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാവുക? കാളം പോലെ, കാമദേവന്റെ കാഹളം പോലെ പൂങ്കോഴിയുടെ കൂകൽ കേൾക്കുന്നു,
എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ ചോളം പോലെ ചിതറി വിളറി താഴെ കാണാം നിഗായം, ആകാശത്ത് ചോളപ്പൊരി പോലെ നക്ഷത്രക്കൂട്ടം വിതറിക്കിടക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വരികളുടെ വളരെ ലളിതമായ ഭാഷയിൽ ആശയം എഴുതുക. എന്നീ ആശയങ്ങളോടെ കവി അവതരിപ്പിച്ചിരിക്കുന്ന ഈ വരികൾ എന്ന് പറഞ്ഞ് പിന്നീട് നമ്മൾ എഴുതുന്ന നമ്മൾ അതിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ സാരസ്യം എന്ന് പറയുന്നത്. അപ്പോൾ 2 പാരഗ്രാഫ് നമ്മൾ ഇൻട്രോയും അതിൽ സന്ദർഭം പറഞ്ഞു, അടുത്ത പാരഗ്രാഫിൽ അതിൻ്റെ ആശയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വരികളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി എന്നുള്ള, നമ്മൾ എങ്ങനെയാണ് ഈ വരികളെ വായിക്കുന്നത്, ആ വായന അനുഭവത്തെ, ആ രസാനുഭവത്തെ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്തുണ്ട് അതെല്ലാം ചേർക്കാം. പുണ്യനിധി സന്ദേശം പോലെ ഒരു കവിതയിൽ വൈകാരിക അനുഭൂതി വേണമെങ്കിൽ പറയാം. ആ പ്രഭാത വർണ്ണയിൽ അത്രയില്ല, എന്നാലും ഒരു സൗന്ദര്യ അനുഭൂതിയാണ് ആ പ്രഭാത വർണ്ണയിൽ പ്രധാനമായിട്ടുള്ളത്. കേരളത്തിലെ ഒരു മനോഹരമായ പ്രഭാതത്തെ ഇത് അടയാളപ്പെടുത്തുന്നു. കേരളീയ ഭൂപ്രകൃതിയെയും കേരളത്തിലെ പ്രഭാത കാഴ്ചകളെയും ഒക്കെ വളരെ രസകരമായി കവി ഇവിടെ അവതരിപ്പിക്കുന്നു. അതിനുവേണ്ടി കവി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരങ്ങൾ, ഉപമ, ഉൽപ്രേക്ഷം, രൂപകം തുടങ്ങിയ അലങ്കാരങ്ങൾ ഈ കവിതയുടെ സന്ദർഭത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഭൂരിഭാഗം പേര് ഇടയ്ക്ക് ഇങ്ങനെ പേപ്പർ നോക്കുമ്പോൾ എഴുതി കാണാറുണ്ട് ഉപമയുണ്ട്, ഉൽപ്രേക്ഷയുണ്ട്, അലങ്കാരം ഉണ്ടെന്ന്. അതുകൊണ്ട് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സാരസ്യത്തിൽ അതുണ്ടെന്ന് നിങ്ങളുടെ കണ്ടെത്തൽ സാരസ്യമല്ല, അത് എങ്ങനെ നമ്മുടെ വായനയെ, അപ്പോൾ ഉപമ, ഉൽപ്രേക്ഷ, അലങ്കാരം എങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ കാമദേവന്റെ കാഹളം പോലെയാണ് കോഴി കൂകുന്നത് കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കാമുകനുണ്ടാകുന്ന വിരഹവേദനയെ ആ ഉപമ അലങ്കാരം കൊണ്ട് കവിക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നു എന്ന് പറയുമ്പോഴാണ് അത് സാരസ്യമാവുന്നത്. അവിടെ ഒരു വൈകാരികത വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഇങ്ങനെ വേണം നമ്മളൊരു വരിയെ, അതിൻ്റെ രസാനുഭവത്തെ വായിക്കാൻ. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞത് ഉണ്ണുനീലി സന്ദേശത്തിലെ വരികളാവുന്നത്, ഈ ഉണ്ണുനീലി സന്ദേശത്തിൽ കൂടുതലും ഈ വർണ്ണനകൾ ചോദിക്കാറുണ്ട്. അത് കൂടാതെ ഉണ്ണുനീലി സന്ദേശത്തിൽ രാജാവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങൾ അടയാളപ്പെടുത്തുന്ന ഭാഗങ്ങൾ ചോദിക്കാൻ. അപ്പൊ അതിനൊരു സാംസ്കാരിക തലം, ഒരു ആശയ അനുഭൂതിയും ചരിത്ര അനുഭൂതിയും ചേർത്താണ് നമ്മൾ അവിടെ പറയേണ്ടത്. ഉണ്ണുനീലി സന്ദേശം പോലെയുള്ള അക്കാലത്ത് മണിപ്രവാള കവിതകളിൽ നിരന്തരം കടന്നു വരുന്ന സാംസ്കാരികപരവും ചരിത്രപരവുമായ അടയാളപ്പെടുത്തലാണ് ഈ വരികളിൽ കാണുന്നത്. അക്കാലത്തെ രാജാവായ ആദിത്യവർമ്മ രാജാവിനെ കുറിച്ചുള്ള ഈ പുകഴ്ത്തലുകൾ ആ കാലത്ത് രാജാവുമായി ബന്ധപ്പെട്ട ധാരാളം വിവരങ്ങളിലേക്ക് കേരളത്തിന്റെ സാംസ്കാരിക പഠനത്തിന് സഹായിക്കും എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ. എല്ലാത്തിനും ഒരേ രസാനുഭവമായിരിക്കില്ല. ഒരു കുടിയൊഴുക്കിലേക്ക് വന്നാൽ നിൻ കുടിയൊഴിഞ്ഞിടണം, ഇല്ലെങ്കിൽ നിൻ കുടിയൊഴിപ്പിക്കും ഞങ്ങൾ, അല്ലെങ്കിൽ ഞാൻ, ഏതെങ്കിലും ഒരു വരി ചോദിച്ചെന്ന് കരുതുക. രണ്ട് സന്ദർഭമാണ്. അപ്പോൾ ഈ വരി സാരസ്യം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഭാഗം 2 വരിയാണ്. ഇതെങ്ങനെ എഴുതണം? അപ്പൊ നമ്മൾ സ്വാഭാവികമായും കുടിയൊഴിക്കലിന്റെ ഒരു പശ്ചാത്തലം, കവി മുന്നോട്ട് വെക്കുന്ന തൊഴിലാളി മുതലാളി സംഘർഷത്തിന്റെ പശ്ചാത്തലവും തൊഴിലാളിയോടുള്ള മുതലാളിയുടെ അധികാര പ്രയോഗത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്ന സംഭാഷണ ശകലമാണെന്നും ഈ വരികളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ, മുതലാളി എന്ന രീതിയിൽ അയാൾ ഈ തൊഴിലാളിയുടെ മദ്യപാനത്തെയാണ് കുറ്റം പറയുന്നത്. നീ കുടി നിർത്തിയില്ലെങ്കിൽ നിന്റെ വീട് ഞാൻ ഒഴിപ്പിക്കും എന്നാണ് മുതലാളി പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അയാൾ അവിടെ നടത്തുന്ന ഒരു അധികാര പ്രയോഗമാണെന്നും, അതുമായി ബന്ധപ്പെട്ട ഒത്തിരി വായനകളുണ്ട്. ഈ കുടിയെക്കുറിച്ച് ഏതോ ഒരു നിരൂപകനോ നിരൂപകയോ പറഞ്ഞൊരു കാര്യം, ശരിക്കും ആ കവിതയിൽ മദ്യപാനം അയാൾക്ക് സത്യം വിളിച്ചു പറയാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുന്ന കാര്യമാണെന്നാ പറയുന്നത്. അയാൾ കുടിക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ ലഹരി ഇല്ലാത്ത സമയത്ത് അയാൾ ഭയമുള്ളവനും എല്ലാത്തിൽ നിന്നും മാറി നടക്കുന്നവനാണ്. എല്ലാ വൈകുന്നേരങ്ങളിലും കുടിച്ചു വരുമ്പോൾ അയാൾ പറയുന്നതിൽ സത്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ധൈര്യം കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ കുടി നിർത്താൻ പറഞ്ഞ അയാളുടെ ധൈര്യത്തെയാണോ ചോദ്യം ചെയ്യുന്നതെന്ന് പോലും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വായനയിൽ എഴുതാൻ പറ്റും. കാരണം ഓരോ തവണ കുടിച്ചു കഴിഞ്ഞിട്ട് വരുന്ന അയാൾ പറയുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ പറയുന്ന തേപിടിച്ച് നീ എന്തിനെ കഞ്ഞി തേവി വെച്ചത് ചോറെനിക്കില്ലേ എന്നാ ചോദിക്കുന്നത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ തൻ്റെ ഭാര്യയാണ് തെറി പറയുന്നത് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹം തെറി പറയുന്നത് തൻ്റെ ചോറില്ലാതാക്കിയ തൻ്റെ മുതലാളിയെ തന്നെയല്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം ഭാര്യയിൽ തേവിടിച്ച് എന്നുള്ള വാക്ക് ഒരു ജാരനെ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ തേവിടിച്ച് എന്നുള്ള വാക്ക് ഒരു തെറിവാക്കാണ്. അത് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി ബന്ധം പുലർത്തുന്ന സ്ത്രീകളെ പ്രതിദാനം ചെയ്യാനായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ആ വന്നവന് നീ എൻ്റെ ചോറെടുത്ത് കൊടുത്തു എന്നാണ്. ഇവിടെ ശരിക്കും ഭാര്യയ്ക്ക് അങ്ങനെയൊന്നുമില്ലെന്ന് അയാൾക്ക് അറിയാം. പക്ഷെ ഭാര്യയെ ചൂഷണം ചെയ്യാൻ നോക്കുന്ന മുതലാളി അവിടെ സ്വാഭാവികമായും പ്രതിനിധീകരിക്കുകയാണ്. അതുകൊണ്ടാണ് മുതലാളിക്ക് അയാളുടെ ദേവഭാവന ദർപ്പണം പൊട്ടിയെന്ന് തന്നെ കവിത. ഭയങ്കരമായ വായനയുള്ള ഒരു കവിതയാണ് കുടിയൊഴിക്കൽ. ഓക്കെ, ഞാൻ എക്സാമ്പിളായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അവിടെ ആശയങ്ങളെക്കുറിച്ച്, അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ച് കവി അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പെരുന്തച്ഛനും നിരന്തരം ചോദ്യം വരുന്ന, നമുക്ക് ഒത്തിരി ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഭാഗമാണ്. പെരുന്തച്ഛന് ചന്ദനത്തൈ ആണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊങ്ങും,
നിന്ദിയാലെല്ലൻ കുഞ്ഞും തന്മിടുക്കുടൻ കാട്ടി എന്ന് പറയുന്ന ഭാഗം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ത് മാനസികാവസ്ഥയാണ് അയാളുടെ അടയാളപ്പെടുത്തുന്നത്? അവിടെ ഒരു വൈകാരിക സന്ദർഭമുണ്ട്, ഒപ്പം തന്നെ കവി അതിനകത്തൊരു മനഃശാസ്ത്രത്തെ കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. ചന്ദന തൈയാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊങ്ങും എന്ന് പറയുമ്പോൾ തൻ്റെ മകന്റെ കഴിവ് തൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടി എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. ശരിക്കും അവിടെ പെരുന്തച്ഛൻ്റെ കോംപ്ലക്സ് തന്നെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയുള്ള അപ്പോൾ ഈ സാരസ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വൈകാരിക അനുഭവം മാത്രമല്ല, സൗന്ദര്യ അനുഭവം മാത്രമല്ല, ആശയ അനുഭവം ആവാം, ചരിത്രപരമായ നമ്മുടെ അറിവ് കൂടിയായി മാറാം. ഇനി നമ്മൾ ഇതിന്റെ കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ പ്രാചീന കവിതകൾ ഏത് ചോദിക്കുമ്പോഴും അത് പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞേ ഉത്തരം അവസാനിപ്പിക്കാവൂ. മണിപ്രവാളമാണെങ്കിൽ മണിപ്രവാളത്തിന്റെ കാവ്യ പാരമ്പര്യത്തിൽ തന്നിരിക്കുന്ന വരികളുടെ ഒരു സ്ഥാനം, പൊതുവായിട്ട് പറയേണ്ട തന്നിരിക്കുന്ന വരികൾ അതിന്റെ സൗന്ദര്യപരമായ ഭാഷാപരമായ സൗന്ദര്യത്തെയും വർണ്ണനാപരമായ സൗന്ദര്യത്തെ അടയാളപ്പെടുത്തുന്നു. പാട്ടാണെങ്കിൽ പാട്ട് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഭക്തി അംശത്തെ ഈ സന്ദർഭം അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഈശ്വരസ്തുതികളിലൂടെ കവികൾ മുന്നോട്ട് വയ്ക്കുന്ന എന്ത് ലക്ഷ്യത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്? ഇപ്പോൾ രാമചരിതമൊക്കെ വരുന്ന സമയത്ത് ധാരാളം സ്തുതികളാണ് കൂടുതലും UPSC ചോദിച്ചിട്ടുള്ളത്. പക്ഷെ സ്തുതികൾക്ക് ഭക്തി എന്ന് പറയുന്നതിനപ്പുറം ആ സ്തുതികളിൽ എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വരിയിലൊരു വാക്ക് പോലും എടുത്ത് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ രാമചരിതത്തിൽ വിഷ്ണു സ്തുതിയുണ്ട്. അവിടെ വിഷ്ണുവിന് ഒരുപാട് പര്യായങ്ങൾ കൊടുക്കുന്നുണ്ട്. അരവിന്ദ നയനൻ, പിന്നീട് കൃഷ്ണനെ കുറിച്ച് പറയുന്നത് എന്താണ് പറയാ, മറിമായൻ എന്നൊരു വാക്കോ അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വിഷ്ണുവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, അത്ഭുതങ്ങൾ കാട്ടുന്ന ഒരാളെന്ന രീതിയിൽ. അപ്പം ഇങ്ങനത്തെ വാക്കുകളൊക്കെ എടുത്ത് ഈ പര്യായ പദങ്ങൾ ഈ കവിതയ്ക്ക് പ്രത്യേക സൗന്ദര്യം കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു വാക്കെടുത്ത് പോലും വ്യാഖ്യാനിക്കാം. സാരസ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്നതാണ് പറയേണ്ടതെന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് കുടിയൊഴിഞ്ഞിടണം എന്നതിൽ വളരെ ജനറലായ കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്നും അല്ലാത്തൊരു സാധനം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും സാരസ്യത്തിൽ എഴുതാം. നിങ്ങൾ എന്ത് വായിച്ചു എന്നുള്ളതേ സാരസ്യം ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ഇതിന്റെ യഥാർത്ഥ വായന എന്തെന്നല്ല സാരസ്യം. ഇവിടെ കുടി എന്നുള്ള വാക്ക് 2 സന്ദർഭത്തിൽ വരുന്നു. ആ രണ്ടിന്റെയും അർത്ഥഭേദങ്ങളെ കുറിച്ച് എഴുതിയാലും അതൊരു സാരസ്യം തന്നെയാണ്. ഇപ്പൊ നിൻ കുടി ഒഴിഞ്ഞിടണം, ഇല്ലെങ്കിൽ നിൻ കുടി ഒഴിപ്പിക്കും ഞാൻ എന്ന് പറയുമ്പോൾ ആദ്യ വായനയിൽ അത് മദ്യപാനം നിർത്തണമെന്നും അദ്ദേഹത്തിന് കുടികിടപ്പ് അവകാശം നിർത്തും എന്നുമാണ് പറയുന്നതെങ്കിൽ പിന്നീട് ആ കുടിക്ക് തന്നെ അദ്ദേഹത്തിന്റെ സുഖലോലുപതിയുമായി ബന്ധപ്പെടുത്താം. ഇദ്ദേഹം മദ്യപാനം ചെയ്ത് വന്ന് ഈ പറയുന്ന ജന്മിയുടെ നേർക്ക് ശബ്ദമുയർത്തുമ്പോൾ ജന്മിയുടെ സുഖലോലുപതി അത് ബാധിക്കുമോ എന്നുള്ള അയാളുടെ ഭയമാണ്. ഇവിടെ ഈ കുടി എന്ന് പറയുന്നത് വീട് എന്നതിനപ്പുറത്തേക്ക് അയാളുടെ എല്ലാവിധ അവകാശങ്ങളെയും നിഷേധിക്കുന്ന ഒന്നാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ വായനയാണ്. അപ്പോൾ സാരസ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വായനയല്ല, നമ്മുടെ ഒരു വായനയെ. ഇപ്പോൾ ഈ പ്രഭാത വർണ്ണനയൊക്കെ തരുമ്പോൾ എല്ലാവരും എഴുതുന്നത് മനോഹരമായ പ്രഭാത വർണ്ണന, മനോഹരമായ പ്രഭാത വർണ്ണന എന്ന് പറഞ്ഞ് ഈ വർണ്ണനയിലെ വരികൾ മുഴുവൻ എഴുതും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിൽ ഒരു വരി എടുത്ത് അതിന്റെ സൗന്ദര്യതലം വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ആ സന്ദർഭത്തെ കൂടുതൽ മനോഹരമായിട്ട് പറയാൻ പറ്റും. അതൊക്കെ കവിതയെ സൂക്ഷ്മമായി വായിക്കണം എന്ന് പറയാനാണ് ഞാനത് പറയുന്നത്. പരമാവധി വരികളുടെ ഉള്ളിൽ നിൽക്കുന്നിടത്താണ് കൂടുതൽ നന്നാവുക. അതായത് തന്നിരിക്കുന്ന വരികളെ ആരും വായിക്കാത്തൊരു വായന നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനം ഉണ്ടാവണം അതിനകത്ത്. അപ്പോൾ ഇപ്പോൾ കുടിയൊഴിക്കൽ പോലെയോ പെരുന്തച്ഛൻ പോലെയുള്ള വരികൾ തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് വേറെ സന്ദർഭങ്ങൾ കോട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരുപാട് ആ വരികളിലേക്ക് പോകാതെ ആ സന്ദർഭങ്ങളെല്ലാം ഈ വരികളിലേക്ക് ലിങ്ക് ചെയ്യണം. അതായത് നിങ്ങളുടെ ആഴത്തിലുള്ള വായനയാണ് ശരിക്കും അവിടെ ചെക്ക് ചെയ്യുന്നത്. അതായത് ഒരു വായനക്കാരൻ്റെ ഒരു സർഗാത്മകതയുണ്ടല്ലോ, നമുക്ക് കാര്യം അറിയുമെന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം സർഗാത്മകമായി അത് വായിക്കുന്നു അതാണ് ശരിക്കും ആ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും വെറൈറ്റി ആയിട്ട് എഴുതുന്നു അത്രയും നല്ലതാണ്. നമ്മൾ ക്ലാസ്സിൽ കേട്ടതൊക്കെ അല്ലാതെ ഒരു സാധനം നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ തോന്നുകയാണ് ഈ വരി ഇങ്ങനെ ആയിക്കൂടെ, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒരു ആശയമില്ലേ, അത് നിങ്ങൾക്ക് എഴുതാം. പരമാവധി തന്നിരിക്കുന്ന വരികളിൽ നിൽക്കുന്നതാണ് നിർത്തണം എന്നുള്ളതാണ് മാർക്ക് കുറച്ച് സ്കോറിംഗ് ആയിട്ടുള്ളത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ ഓൺലൈനുള്ളവർക്ക്? ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള കവിതകളെ കൂടി ഒന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ കവിതകളുടെ ഒരു ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആ കവിതകളുടെ ഒരു സ്ഥാനം എന്താണ്, എന്തൊക്കെ വായനയുണ്ടെന്ന് ഓടിച്ച് പറയാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്, എന്നാലും ഒന്നും കൂടി അത് പറയാം. നമ്മുടെ ആദ്യത്തെ 2 കവിത രാമചരിതവും
കണ്ണശ രാമായണവും. ഇത് രണ്ടും നമ്മൾ പാട്ടുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മലയാള കവിതയിൽ സംഭവിച്ച വലിയ മാറ്റങ്ങളെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ പരിചയപ്പെടാനാണ് നമ്മൾ ഈ രണ്ട് കവിതകൾ പഠിക്കുന്നത്. സ്വാഭാവികമായി ഇതിലെ വരികൾ തരുമ്പോൾ അതിൻ്റെ ഭക്തിയുടെ അംശത്തെ നമ്മൾ കണ്ടെത്തണം. ഭാഷാപരമായ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ വർണ്ണനാപരമായ പ്രത്യേകതകൾ കൂടിയുണ്ട്. എപ്പോഴും ഈ രാമചരിതത്തിലും കണ്ണശ രാമായണത്തിലും സാരസ്യം എഴുതുമ്പോൾ പലരും വിട്ടുപോകുന്നൊരു സാധനം, ഇതങ്ങനെ ഒരു ഭക്തിയല്ലേ എന്ന രീതിയിൽ, പക്ഷെ മനോഹരമായ വർണ്ണനകൾ കൂടിയുള്ള ഒരു കവിതയാണിത്. ഈശ്വരസ്തുതികളാണെങ്കിലും ദേവതകളെ വർണ്ണിക്കുന്ന സമയത്ത് ഒക്കെ ലക്ഷ്മി ദേവി അതുപോലെ സരസ്വതി ദേവീനെയൊക്കെ വർണ്ണിക്കുമ്പോൾ സൗന്ദര്യ വർണ്ണനയുണ്ട്. അപ്പം നമുക്കത് വേറെ എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മണിപ്രവാള കവിതകളിൽ കാണുന്നത് പോലെയുള്ള സൗന്ദര്യ വർണ്ണനകൾ ഇവിടെയുണ്ട്. നമ്മുടെ ചരിത്ര വായന എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ മണിപ്രവാള കവിതകളുടെ ഒരു പാരമ്പര്യത്തിന്റെ വർണ്ണനാ പാരമ്പര്യം ഇവിടെ നിന്ന് എടുത്തോന്നോ അല്ലെങ്കിൽ ഈ കവിതകളിലും കാണാം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ ആ വർണ്ണനകളെക്കുറിച്ച് നമ്മുടെ വായനയിൽ നമ്മൾ എന്താണ് കണ്ടെത്തുന്നത്, ചരിത്രപരമായും മറ്റുമൊക്കെ ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ നമ്മൾ ഇതിനെങ്ങനെ മനസ്സിലാക്കുന്നു. ഇതിൽ ഇപ്പോൾ കണ്ണശരാമായണത്തിലെ വരികളാണ് തരുന്നതെങ്കിൽ അതിൻ്റെ ഭാഷയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. ഭാഷാപരമായ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ മലയാളത്തിൻ്റെ ഒരു തനത് ഭാഷാരൂപം ഇന്ന വാക്കുകളിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം. ഓക്കെ. പിന്നെ നമ്മൾ അടുത്തായിട്ട് നമുക്കുള്ളത് ഉണ്ണുനീലി സന്ദേശമാണ്. ഉണ്ണുനീലി സന്ദേശത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പറഞ്ഞത്. ഞാനത് തിരഞ്ഞെടുക്കാൻ കാരണം കുറച്ച് വർണ്ണനയൊക്കെ ഉള്ളത് കൊണ്ടാണ്. ശരിക്കും നമ്മൾ ഇത് പഠിക്കുന്നത് നമുക്ക് എല്ലാം നമ്മൾ പഠിക്കുന്ന ഓരോ ഒരു പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. മണിപ്രവാളം എന്ന് പറയുന്ന മലയാള കാവ്യ പ്രസ്ഥാനത്തെ പരിചയപ്പെടാനും അതിൻ്റെ ഭാഷ, അതിൻ്റെ വർണ്ണനാ പാരമ്പര്യം, അതിൻ്റെ അവതരണ രീതി, അതിൽ തന്നെ മണിപ്രവാളം എന്ന് പറയുമ്പോൾ ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ മൊത്തം നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത് തന്നെ യാത്രാ വർണ്ണനയുടെ ഒരു ചെറിയ അംശം വേണമെങ്കിൽ കാണാം. സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, സാംസ്കാരിക അടയാളപ്പെടുത്തലുണ്ട്, രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ചരിത്ര സൂചനകളുണ്ട്. സ്ത്രീ വർണ്ണന ശരിക്കും വളരെ കുറവാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്ത്. ഇതിൻ്റെ ഒരു അടുത്ത സന്ദർഭങ്ങളിൽ തൻ്റെ കാമുകിയെക്കുറിച്ചൊക്കെ കാമുകം പറയുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് കുറവാണ്. ആദ്യ ഭാഗത്ത് മാത്രം ഒരു പാരമ്പര്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ദേശത്തെക്കുറിച്ച് പിന്നെ ഭയങ്കര ഇമോഷണലാണ്. പ്രകൃതിയും വൈകാരികതയും തമ്മിലുള്ള ഒരുപാട് കണക്ഷൻസ് പറയുന്നുണ്ട്. കാമുകൻ കണ്ണുറന്ന് കാണുന്ന കാഴ്ചകൾ, അയാൾക്ക് തൻ്റെ കാമുകിയെ പിരിഞ്ഞത് കൂടുതൽ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ്, ചുറ്റും വസന്തം വരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊലയാളിയായ വസന്തം വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് പഠിക്കാനുള്ള കവിതകളിൽ ഏറ്റവും തീവ്രമായ ഭാവാനുഭവങ്ങളുള്ളത് ഈ ഭാഗത്താണ്. കാമുകിയെ പിരിഞ്ഞ് ഉണർന്നെഴുന്നേറ്റ കാമുകൻ പൂന്തോട്ടത്തിലൂടെ നടക്കുമ്പോൾ തേൻ വന്ന് മേത്ത് വീഴുവാണ്. കാറ്റടിച്ചിട്ട് പൂവിലെ തേൻ ദേഹത്ത് വീഴുമ്പോൾ ഇത് കാള കൂടാകുമ്പോൾ വിഷം കോരി മേത്ത് വീഴുവാണെന്നും മഞ്ഞ് വരുമ്പോൾ തീക്കാറ്റ് വരുന്നു എന്നൊക്കെയാണ് കാമുകന് തോന്നുന്നത്. അത്രയും എക്സ്ട്രീമായൊരു വൈകാരികത നമുക്ക് വേറൊരു കവിതയിലില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറയാം, അത്തരം വരികളൊക്കെ വരുവാണെങ്കിൽ. പിന്നെ നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഭീഷ്മപർവം കിളിപ്പാട്ടാണ്. ഭീഷ്മപർവം കിളിപ്പാട്ട് നമ്മൾ പഠിക്കുന്നത് ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ പ്രസ്ഥാനത്തെയാണ് സൂചിപ്പിച്ചതെങ്കിലും ഭീഷ്മപർവം കിളിപ്പാട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ എഴുത്തച്ഛനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. വരികൾ ചോദിക്കുമ്പോൾ ഭക്തി സാഹിത്യം എന്നുള്ളതിന് പ്രാധാന്യമുള്ള വരികൾ ചോദിക്കാറുണ്ട്. ഭക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്തുതികൾ, അതായത് കൃഷ്ണനെ കുറിച്ച് നമ്മുടെ ഭീഷ്മർ പറയുന്നതൊക്കെ. എന്തുകൊണ്ട് എഴുത്തച്ഛന് പ്രാധാന്യം കൊടുക്കണം എന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ്റെ കവിതാപരമായ പ്രത്യേകതകൾക്ക് ഊന്നൽ നൽകിയിട്ടുള്ള വരികളാണ് UPSC കൂടുതൽ ചോദിക്കാറ്. എഴുത്തച്ഛൻ്റെ കവിതാപരമായ പ്രത്യേകത ഒന്നാണ് കഥാപാത്ര അവതരണത്തിലെ മികവ്. എഴുത്തച്ഛൻ സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പഠനങ്ങളിൽ നിരൂപകരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭീഷ്മർ എന്ന് പറയുന്ന കഥാപാത്രത്തെ എഴുത്തച്ഛൻ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് വലിയ പോരാളി, ധർമ്മബുദ്ധിയുള്ള ആള്, ധീരനാണ്, പക്ഷെ അതേസമയം കൃഷ്ണനോടുള്ള അതിമായ വിധേയത്വമുണ്ട്, ഈശ്വര ഭക്തനാണ് അദ്ദേഹം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കഥാപാത്രത്തെയും അദ്ദേഹം ചിലപ്പോൾ 2 വരിയിലൊക്കെ പറഞ്ഞു പോയിട്ട് പോലും ആ വാക്കുകൾ കൊണ്ട് പോലും കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. നമുക്കൊരു ധൃതരാഷ്ട്രയെക്കുറിച്ച് 2-3 സന്ദർഭങ്ങളിൽ ഈ കവിതയിലുള്ളൂ. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ധൃതരാഷ്ട്ര കുറച്ചേറെ സഞ്ജയനോട് സംസാരിക്കുന്നു. കവിതയുടെ അവസാനം ഇതെല്ലാം കേട്ട് ധൃതരാഷ്ട്ര ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ 2 സന്ദർഭങ്ങളാണ് അയാൾ കടന്നു വരുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നയനരഹിതൻ അതിന് മുനിവരന് ചൊല്ലി എന്നൊരു വരിയുണ്ട്. നയനരഹിതൻ, കാഴ്ചയില്ലാത്തവൻ എന്നാണ് വാക്കിനർത്ഥം. ഈ പര്യായ പദങ്ങളിലൂടെ കഥാപാത്രത്തിന്റെ സ്വഭാവത്തെ അടയാളപ്പെടുത്താൻ കഴിവുള്ള ആളായിരുന്നു എഴുത്തച്ഛൻ.
ഇപ്പോൾ അത് സന്ദർഭം ഇതായിരുന്നു, ഭീഷ്മരോട് യുദ്ധം വേണ്ട, അല്ല ദുര്യോധനോട് യുദ്ധം വേണ്ട എന്ന് പറയണം, ഈ യുദ്ധം തുറന്നാൽ നിങ്ങളെല്ലാം മരിക്കുമെന്ന് പറഞ്ഞ് വ്യാസൻ വന്ന് പറയുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം യുദ്ധം വേണം എന്ന്, ഞാനത് പറയില്ല മകനോട് എന്ന് പറയുന്ന സന്ദർഭമാണ്. നയനരഹിതൻ അതിന് മുനിവരന് ചൊല്ലിയെന്ന കൊടുത്തിരിക്കുന്ന വാക്ക്. കാഴ്ചയില്ലാത്തവൻ, അന്ധൻ എന്നാണ് വിളിച്ചേക്കുന്നത്. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന്റെ ഈ കാഴ്ചയെക്കുറിച്ചല്ല പറയുന്നത്, ഉൾക്കാഴ്ചയില്ലായ്മയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ധൃതരാഷ്ട്രയെ പോലെ ഒരാൾ അന്ധൻ എന്ന് വിളിക്കാൻ എഴുത്തച്ഛൻ അത്ര അങ്ങ് അദ്ദേഹത്തിന്റെ ഒരു വൈകല്യത്തെയോ അല്ലെങ്കിൽ ഒരു കഴിവില്ലായ്മയോ ചൂണ്ടിക്കാണിക്കുകയല്ല, ഉൾക്കാഴ്ചയില്ല എന്നാ പറയുന്നത്. അതേപോലെ തന്നെ ദുര്യോധനനെയാണ് ഇതിനകത്ത് പല പര്യായ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. കശ്മലൻ, കുലനാശനൻ, ദുര്യോധനൻ, സുയോധനൻ, ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട്, ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ദുഷ്ട, മോശം യുദ്ധം എന്നാണ് അതിനർത്ഥം. സുയോധനൻ എന്ന് പറഞ്ഞാൽ നല്ല യുദ്ധം എന്നും അങ്ങനെ വേണമെങ്കിൽ പറയാം വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒരു ആളെ തന്നെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അദ്ദേഹം ഈ പേര് മാറ്റി വിളിക്കും. അപ്പോൾ ഒരു സന്ദർഭം തൻ്റെ സഹോദരന്മാർക്ക് മുറിവേറ്റ് വരുന്ന സമയത്ത് അതിന് ഭീഷ്മരോട് വന്ന് പരാതി പറയുന്ന ദുര്യോധനന്റെ രംഗമുണ്ട്. സുയോധനൻ വന്ന് അത്തൽ ചൊല്ലി എന്ന് പറയുന്ന രംഗമുണ്ട്. ദുഃഖം വന്ന് പറഞ്ഞ് ഭീഷ്മരോട്, എൻ്റെ സഹോദരന്മാർ 13 സഹോദരന്മാർ ഒരു ദിവസം മരിക്കും. അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് സുയോധനൻ എന്നാണ്. എന്ന് വെച്ചാൽ അയാൾ നല്ല സ്വഭാവം കാണിക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹം മോശമായിട്ട് പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, ആലോചനയില്ലാതെ യുദ്ധത്തിന് ആക്കം കൂട്ടാനൊക്കെ. അപ്പോൾ ഒക്കെ അദ്ദേഹം ദുര്യോധനെന്നോ കുലനാശനെന്നോ കശ്മലെന്നോ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രവൃത്തി അനുസരിച്ച് പേര് പോലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. വേറൊരു സന്ദർഭത്തിൽ UPSC ചോദിച്ചൊരു ചോദ്യം, പൊട്ടനത്രേ നീ സുയോധന എന്ന ഭാഗം ചോദിച്ചു. ഭീഷ്മര് ദുര്യോധനൻ ഭീഷ്മർ വീണതിന് ശേഷം ഭീഷ്മർക്ക് തലയണയും അതുപോലെ പാനീയങ്ങളും ഒക്കെ കൊണ്ടിരുന്നൊരു സന്ദർഭമുണ്ട്. ഭീഷ്മർ യുദ്ധത്തിൽ വീണു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് തല പൊക്കി വെക്കാൻ, അതാണ് ആദ്യത്തെ സന്ദർഭം. എൻ്റെ തലയൊന്ന് പൊക്കണം, ശരീരം മൊത്തം അമ്പ് വീണ് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ തല മാത്രം ഇങ്ങനെ താന്നു പോവാ, തലയിൽ അമ്പില്ലാത്തതുകൊണ്ട്. അപ്പൊ ഒന്ന് പൊക്കി വെക്കണം എന്ന് പറയുന്ന സമയത്ത് ദുര്യോധനൻ ഓടിപ്പോയി പട്ട് തലയണ കൊണ്ടുവരുവാണ്. ഇതാണ് രംഗം. അപ്പോൾ അദ്ദേഹം ഭീഷ്മർ അതിന് പറയുന്ന കവിതയിൽ ഉപയോഗിക്കുന്ന, എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുന്ന വരി പൊട്ടനത്രേ നീ സുയോധന എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഇത് UPSC ചോദിച്ചൊരു തവണ. ഈ വരി നമ്മൾ എങ്ങനെ സാരസ്യം എഴുതും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് അല്ലേ. മറ്റൊക്കെ നമുക്ക് എന്തൊക്കെ എഴുതാനുണ്ടായിരുന്നു. പൊട്ടനത്രേ നീ സുയോധന, അടുത്തൊരു വരിയും കൂടി, ഈ 2 വരിയാണ് UPSC ചോദിച്ചത്. എന്തെഴുതാൻ പറ്റും? അല്ല, നമ്മുടെ ഒരു സാരസ്യത്തിലേക്ക് ഈ സന്ദർഭത്തെ എങ്ങനെ മാറ്റും, ഇത് തന്നെയാണ് ആശയം. ഒരു യോദ്ധാവിന് വേണ്ടതല്ല ചെയ്തത്. അപ്പം നമ്മുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വരികൾ തരുമ്പോൾ നമ്മൾ എഴുത്തച്ഛനെ കുറിച്ച് ചിന്തിക്കണം, എന്നാലേ നമുക്കിത് സാരസ്യം എഴുതാൻ പറ്റും. എഴുത്തച്ഛൻ്റെ കവിതാപരമായൊരു മികവ് അവിടെ കാണുന്നുണ്ട്. 2 കഥാപാത്രങ്ങളെ ഒറ്റ വരിയിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. ഒന്ന് ഭീഷ്മരാണ്. ഭീഷ്മരെ കുറിച്ച് പറയാം. അവിടെ അദ്ദേഹം ആ വരികളിൽ 2 കാര്യങ്ങൾ പറയും. ഒന്ന്, പൊട്ടൻ എന്നുള്ളതിൽ ദുര്യോധന്റെ പ്രവൃത്തിയിലെ വകതിരിവില്ലായ്മയെ ചൂണ്ടിക്കാണിച്ചു. നീ പൊട്ടനത്രേ നീ സുയോധന എന്ന് പറയുന്നതോടുകൂടി ദുര്യോധനന് ഭീഷ്മരോടുള്ള സ്നേഹത്തെ അയാൾ മനസ്സിലാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ തലയണ കൊണ്ടുവരാൻ നല്ല അർത്ഥത്തിലാണ്, സ്നേഹം കൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരു യുദ്ധഭൂമിയിൽ അയാൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു വകതിരിവെന്നോ അല്ലെങ്കിൽ യുദ്ധത്തിലുണ്ടാകേണ്ട സാമാന്യ വിവരവും അദ്ദേഹത്തിന് ഇല്ലാതെ പോയി. അതുകൊണ്ട് അതിനു മുന്നേ അദ്ദേഹം പൊട്ടൻ എന്നുള്ള വാക്കുകൂടി ചേർത്ത് ഭീഷ്മർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അടയാളപ്പെടുത്തി. അതോടൊപ്പം തന്നെ നമ്മൾ ദുര്യോധനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കവിതയിലുടനീളം അല്ലെങ്കിൽ ഈ മഹാഭാരതത്തിലുടനീളം അയാളുടെ വൈകാരികതയും സ്നേഹവും അദ്ദേഹത്തിന്റെ ദൗർബല്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന സന്ദർഭമായിട്ട് ഇത് പറയാം. നമ്മൾ ആ സന്ദർഭത്തെ കറക്റ്റ് വരികളെ ഒതുങ്ങിയെന്നല്ല, ആ മൊത്തം സന്ദർഭത്തെ ഒതുങ്ങിയെന്ന്. അതിനുശേഷം അർജുനന്റെ പ്രവൃത്തിയിൽ ആനന്ദം കൊള്ളുന്ന ഭീഷ്മർ ഒരു യോദ്ധാവിനെ പോലെ പെരുമാറുമ്പോൾ ആ യോദ്ധാവിനുണ്ടാകേണ്ട ഒരു പ്രായോഗിക ബുദ്ധി ഇവിടെ ദുര്യോധനൻ ഇല്ലാതെ പോയി എന്നാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ ആവിഷ്കരിക്കുന്നത്. കഥാപാത്ര മികവ് അവതരണം എന്ന് പറയുന്നതിൽ തന്നെയാണ് ഭൂരിഭാഗം UPSC ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ കൂടുതലും ഭീഷ്മരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് കൂടാതെ മറ്റു പലരെയും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങനെ പറയാം. കഴിഞ്ഞ തവണ ചോദിച്ചത് ഭീഷ്മർ തന്നെയായിരുന്നു. ഭീഷ്മർ മരിക്കുന്ന സന്ദർഭം, ഉത്തര സമയം വന്നേ താൻ മരിക്കൂ എന്ന് പറയുന്നൊരു സന്ദർഭം.
അങ്ങനെ രണ്ട് വരി തന്നാൽ നമ്മൾ എന്ത് എഴുതണം എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഭീഷ്മർ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചും അയാൾ സ്വന്തം മരണത്തെ എങ്ങനെ തിരഞ്ഞെടുത്തു, അതിൽ അയാൾ എങ്ങനെ വിരോചിതമായൊരു മരണം തിരഞ്ഞെടുത്തു, ആ പോരാട്ടം മുഴുവൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, അപ്പോൾ ഭീഷ്മറും വായിക്കുമ്പോൾ നമ്മൾ എഴുത്തച്ഛനെ ഫോക്കസ് ചെയ്ത് എഴുത്തച്ഛൻ കൊണ്ടുവരുന്ന കഥാപാത്ര അവതരണം, ഭക്തി, വീരം, ഇതൊക്കെ ഇതിനകത്ത് വരും. അതുപോലെ എഴുത്തച്ഛൻ്റെ വർണ്ണനകൾ, അത് നമുക്ക് മലയാള കവിതയുടെ അതുവരെയുള്ള വർണ്ണനാ പാരമ്പര്യത്തെ അടിമുടി മാറ്റിമറിച്ച ധാരാളം വർണ്ണനകൾ, പര്യായ പദങ്ങൾ, നമ്മുടെ ഈ ഉത്തരത്തിന്റെ എഴുത്തച്ഛനെ കുറിച്ചൊരു വരി തന്നാൽ അദ്ദേഹത്തിന്റെ കവിതാപരമായ പ്രത്യേകതകളെ ചരിത്രപരമായും സാഹിത്യപരമായും മനസ്സിലാക്കിയ ആളുകളാണ് നിങ്ങളെന്ന തോന്നൽ ഉണ്ടാക്കണം. ഓക്കെ, വേഗം പറയാം, സമയത്തിരി കടന്നു, നമുക്കിവിടെ അടുത്ത ക്ലാസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് എളുപ്പം പറയാം. ചിന്താവിഷ്ടിയായ സീത. ആശാനെ വായിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ആശാൻ എന്ന് പറയുന്ന കവിയെ, ആശാന്റെ ദർശനങ്ങളെ, സീതയിലൂടെ അവതരിപ്പിക്കുന്ന പുതുബോധങ്ങളെ, പുരോഗമന ചിന്തകളെ, സ്ത്രീപക്ഷ നിലപാടുകളെ, മനഃശാസ്ത്ര അവതരണത്തെ ഒക്കെ ഇതിനകത്ത് കടന്നു വരും. ഇതിനെല്ലാം സൂക്ഷ്മ വായന, സന്ദർഭത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മളിത് വായിക്കണം. കുടിയൊഴിക്കൽ, അവിടെ കവിതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കവിയേക്കാൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം കവിതകളുടെ ഇമ്പോർട്ടൻസ് ആണ്. കുടിയൊഴിക്കൽ എന്ന് പറയുന്നത് വളരെ വൈലോപ്പിള്ളിയുടെ മാസ്റ്റർ പീസ് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. ഒരുപാട് വായനകൾ ഉണ്ടായിട്ടുള്ള കവിതയാണ്. അത് രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് എന്ന് പൊതുവായിട്ട് നമുക്ക് തോന്നാം. ഒരു വ്യക്തിക്കുള്ളിലെ ആത്മസംഘർഷമാണ് കൂടുതൽ ശക്തമായി നിൽക്കുന്നതെന്നാണ് കൂടുതൽ നിരൂപകരും പറഞ്ഞിട്ടുള്ളത്. ജന്മിയായ അയാൾക്കുള്ളിലെ സംഘർഷം, അതുപോലെ അതിനിടയിൽ വ്യക്തികൾ തമ്മിൽ വരുന്ന അന്തരങ്ങൾ, ലോക ചരിത്രത്തിൽ ആദ്യകാലം മുതൽ ഇന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമരമാണതെന്നും പറയുന്നവരുണ്ട്. വർഗസമരമാണ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരം അതിനകത്തുണ്ട് എന്നൊക്കെയുള്ള ധാരാളം വായനകളുണ്ട്. കുടിയൊഴിക്കൽ എന്ന് പറയുന്ന കവിതയുടെ കൂടുതൽ വായനകൾ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് UPSC ചോദിക്കാറ്. പെരുന്തച്ഛൻ, വീണ്ടും കവിതയ്ക്കാണ് പ്രാധാന്യം. മനഃശാസ്ത്ര വായന, നിരൂപണ വായന. പെരുന്തച്ഛൻ കോംപ്ലക്സിനെ എങ്ങനെയാണ് ജി ശങ്കരക്കുറുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, ജി അതിൽ വരുത്തിയ ചില മാറ്റങ്ങളുണ്ട്. ഒരു കവിത എന്ന രീതിയിൽ അത് എങ്ങനെയാണ് വാർദ്ധക്യകാലത്തിലെ പെരുന്തച്ഛനെ അവതരിപ്പിക്കുന്നു. വാർദ്ധക്യകാലത്ത് അയാൾ എന്താവും ചിന്തിച്ചിട്ടുണ്ടാവുക, അയാളുടെ ആ ചിന്തകളെ അയാളുടെ കഴിഞ്ഞുപോയ കാലങ്ങളുമായി കണക്ട് ചെയ്ത് അയാൾ തൻ്റെ മകനെ താൻ കൊന്നതല്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുന്നു. പക്ഷേ കവിതയുടെ അവസാനം യഥാർത്ഥത്തിൽ അയാൾ സ്വയം തിരിച്ചറിയുന്നു തൻ്റെ മകനെ താൻ കൊന്നതാണെന്നുള്ളത്. അയാൾ സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, പെരുന്തച്ഛൻ. തീവണ്ടിയിലെ പാട്ട്. തീവണ്ടിയിലെ പാട്ട് NV കൃഷ്ണവാര്യർ മുന്നോട്ട് വയ്ക്കുന്ന കാവ്യസങ്കല്പങ്ങളുടെ, മാറേണ്ട കവിതാ സങ്കല്പങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു കവിതയാണ്. ഈ മലയാള കവിത ഇങ്ങനെ പോയാൽ പോരാ, ഇതൊരു പുതിയ കാലത്തിലേക്ക് മാറണമെന്നും ആ പാട്ട് അതിനകത്ത് അവതരിപ്പിക്കുന്ന കുഴലിൽ നടത്തുന്ന കുറവനും കുഴലും പാമ്പും എല്ലാം മലയാള കവിതയുടെ കാൽപ്പനിക ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്. ആ കുഴൽ ഉപേക്ഷിച്ച് വിഷമിച്ചിരിക്കുന്ന കുറവൻ കാൽപ്പനികനായ കവിയാണ്. അയാള് ഈ കുഴൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് വേദനയോടെയാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരാനാണ് അയാൾ ശ്രമിക്കുന്നത്. ഈ കുഴൽ കൊണ്ട് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് പോയി. ഇത് മലയാള കവിതയുടെ കാൽപ്പനിക കാലഘട്ടത്തെ പ്രതിദാനം ചെയ്യുകയും മലയാള കവിത മാറേണ്ടതിൻ്റെ ആവശ്യകതയുമാണ്. ഇത് കവിതാ ചരിത്രപരമായ വായനയാണ് ഇത് വേണ്ടത്. കവിതയേക്കാൾ കവിതാ ചരിത്രത്തെ അടയാളപ്പെടുത്തി ഈ കവിത വായിക്കണം. പിന്നെ ഭൂമിക്കൊരു ചരമഗീതം. അത് പരിസ്ഥിതി കവിത എന്ന രീതിയിലുള്ള വായന. ONVയുടെ കവിതാപരമായ പ്രത്യേകതകൾ പ്രധാനമായിട്ടും പരിസ്ഥിതി കവിത എന്ന് തന്നെയാണ്. പരിസ്ഥിതി കവിതയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അത് മുന്നോട്ട് വയ്ക്കുന്ന പാരിസ്ഥിതിക ബോധം എന്ത് മാറ്റങ്ങൾ വരണം തുടങ്ങിയത്. ഓക്കെ, നോട്ട് ചെയ്തെടുത്തോ. ഞാൻ അതൊന്ന് കളയട്ടെ. ഇതിൽ കുറച്ചായിട്ട് മായ്ക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പറ്റുമായിരിക്കും, അറിയുന്നില്ല. കളയുവാണേ. പിന്നെ അടുത്തത് നമ്മൾ കുരുക്ഷേത്രമാണ് കവിത. കുരുക്ഷേത്രം കുരുക്ഷേത്രത്തെ നമ്മൾ വായിക്കുന്നത് മലയാളത്തിലെ ആധുനിക കവിതയുടെ പ്രത്യേകതകൾ, ആധുനിക കവിതയല്ല, ആധുനികതയുടെ പ്രത്യേകതകളെ അടയാളപ്പെടുത്താനും അയ്യപ്പ പണിക്കർ എന്ന കവി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ദർശനങ്ങളെ വായിക്കാനും അതിൽ രൂപതലം, ഭാവതലം എന്ന രീതിയിൽ അതിൻ്റെ സ്ട്രക്ചറലായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതുകൂടാതെ അതിൻ്റെ വായനയുടെ തലങ്ങളുണ്ട്. രൂപതലം, ഭാവതലം എന്ന അർത്ഥത്തിൽ ആധുനികത എങ്ങനെയാണ് ഇതിനകത്ത് കടന്നു വന്ന് അത് ഫോക്കസ് ചെയ്തിട്ടുള്ള വരികളാണ് UPSC ചോദിക്കുന്നത്.
ഈ UPSC ചോദിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾ UPSC സ്റ്റുഡൻസ് ആയതുകൊണ്ട് പറയാണ്, മലയാള സാഹിത്യത്തിൽ അങ്ങനെയാണ് ചർച്ച നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് UPSC അത് ചോദിക്കുന്നത്. അതായത് ഈ കവിതകളെ കുറിച്ച് സാഹിത്യത്തിൽ നടന്നിട്ടുള്ള ചർച്ചകളെയാണ് UPSC ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കുരുക്ഷേത്രത്തെ കുറിച്ച് ഇത് ഇറങ്ങിയ കാലത്ത് അധിവാചാലതയിൽ ഇതിലെ കവിത പോയി എന്നൊരു വലിയ വിമർശനം വന്നു. ഇതിൽ കവിതയില്ല, കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയത്. ഇത് UPSC ചോദ്യമായിട്ട് ഇട്ടിട്ട് ചോദിക്കും, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കവിത പോയോ? നിങ്ങൾക്കത് പോയിന്നോ പോയില്ല? ആദ്യകാലത്ത് ഇത് കവിതയല്ല എന്ന് ഒത്തിരി പേര് പറഞ്ഞതാ. പിന്നീട് ഇത് കവിതയാണ്, ഇതിലിങ്ങനെ കുറെ സാധനം ഉണ്ടെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. ഓക്കെ. പിന്നെ പണ്ടത്തെ മേശാന്തി വീണ്ടും ആധുനികതയിൽ ഒരു സ്വത്വന്വേഷണം എന്ന് പറയുന്ന പ്രത്യേകതകളും, അതുപോലെ അസ്തിത്വ ദുഃഖം, തെറ്റിയാൽ മായ്ക്കാൻ പറ്റില്ല, സ്വത്വന്വേഷണം, അതുപോലെ അസ്തിത്വ ദുഃഖം തുടങ്ങിയ പ്രത്യേകതകളെ അടയാളപ്പെടുത്തുന്ന, അങ്ങനത്തെ ആ കാലഘട്ടത്തിലെ ഒരു ഉപരിവർഗ സംഘർഷത്തെ അടയാളപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണ് ഈ പണ്ടത്തെ മേശാന്തി എന്നുള്ള കവിത. മേഘരൂപൻ നമ്മൾ ഉത്തരാധുനിക കവിതയുടെ പ്രത്യേകതകളായിട്ടുള്ള വ്യാഖ്യാന സാധ്യതകൾ, അല്ലെങ്കിൽ ഉത്തരാധുനിക കവിത രൂപത്തിൽ ചെറുതാകുമ്പോഴും അത് ആശയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അതിനെ മുൻനിർത്തി ആന, അതുപോലെ കവി പി കുഞ്ഞിരാമൻ നായർ, മേഘം, ഈ ബിംബങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ഈ കവിതയുടെ പല വായനകളിലേക്ക് പോകണം. ഒറ്റ ആശയമല്ല, ഒരുപാട് ആശയങ്ങൾ ഒരുപാട് തലത്തിൽ ഇത് വായിക്കാം. കവി, കാവ്യസങ്കല്പം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ. നമ്മൾ കവിതയെക്കുറിച്ച് അത്യാവശ്യം പറഞ്ഞു. നമുക്കൊരു 10 മിനിറ്റാണുള്ളത്. ഗദ്യത്തെക്കുറിച്ച് ഞാൻ ചുരുക്കി പറയാം. അല്ലെങ്കിൽ ഗദ്യത്തിൽ കഥകൾ നമുക്കിങ്ങനെ പറയാനുള്ള സമയമില്ല. എങ്ങനെ ഗദ്യം വായിക്കണം എന്നുള്ളത് തന്നെ പറയാം. കവിത പോലെയല്ല ഗദ്യവായന. ഗദ്യവായനയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വായന എളുപ്പമാണ്. നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭൂതി എന്ത്, അതാണ് നമ്മൾ ആദ്യമേ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനൊപ്പം തന്നെ ഓരോ സാഹിത്യകൃതിയും അടയാളപ്പെടുത്തുന്ന സാഹിത്യ പ്രസ്ഥാനത്തെയും മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് പഠിക്കാനുള്ള ഗദ്യരൂപങ്ങളിൽ ആധുനികത അടയാളപ്പെടുത്തുന്ന 2 പുസ്തകങ്ങളുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തിനാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, വാനപ്രസ്ഥം. മലയാള ചെറുകഥയിൽ ആധുനികതയുടെ ആരംഭം കുറിച്ച പുസ്തകമാണ്. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളിൽ ആധുനികതയുടെ പ്രത്യേകതകളെ ഫോക്കസ് ചെയ്ത് ചോദ്യം വരാം. MTയുടെ കഥ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും വരാം. രണ്ടാമത്തേത് ഖസാക്കിന്റെ ഇതിഹാസം. ഉത്തരാധുനികത അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് NS മാധവന്റെ ഹിഗ്വിറ്റയാണ്. ഇത് രണ്ടുമാണ് പ്രസ്ഥാനപരമായ പ്രത്യേകതകളെ ഫോക്കസ് ചെയ്ത് UPSC നമുക്ക് പഠിക്കാനിരിക്കുന്നത്. പിന്നെ നമ്മൾ നോവലുകളിലേക്ക് വരുന്ന സമയത്ത് ഇന്ദുലേഖ പഠിക്കാനുണ്ട്. ഇന്ദുലേഖ ശരിക്കും പഠിക്കാൻ തന്നിരിക്കുന്നത് അതിന്റെ വായനയുടെ തലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു നോവലിന്റെ ഘടനാപരമായ പ്രത്യേകതകൾ ഇന്ദുലേഖ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇന്ദുലേഖ മലയാളത്തിലെ ലക്ഷണമൊത്ത നോവലായി. രണ്ടാമത്തെ പ്രത്യേകത, ആദ്യകാല നോവലുകളിൽ മലയാള നോവലിന്റെ ആരംഭം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള സാമൂഹിക വിഷയങ്ങളുടെ പ്രാധാന്യം. ഈ ഒന്ന് ആദ്യ ലക്ഷണമൊത്ത നോവൽ, അതിനകത്താണ് കഥാപാത്രങ്ങളെ കുറിച്ച് ചോദ്യം വരും. ഇന്ദുലേഖ എങ്ങനെ അവതരിപ്പിച്ചു, സൂര്യ നമ്പൂതിരിപ്പാട്, ഇതൊക്കെ കഥാപാത്ര നിരൂപണങ്ങളാണ്. അത് അതിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മറ്റൊന്ന് അത് മുന്നോട്ട് വെക്കുന്ന സാമൂഹിക വിഷയങ്ങൾ, ദായക്രമം, മരുമക്കത്തായം, സംബന്ധം, വിവാഹം തുടങ്ങിയ സങ്കല്പങ്ങളെക്കുറിച്ച് പുരോഗമന ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ, ഇത് അതിന്റെ സാമൂഹിക വിഷയങ്ങൾ. മറ്റൊന്ന് നോവലിന്റെ അവതരണപരമായ വിഷയം. ഇത് രണ്ടുമാണ് ഇന്ദുലേഖയിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ചെമ്മീൻ യഥാർത്ഥത്തിൽ മലയാളത്തിൽ ധാരാളം വിറ്റഴിഞ്ഞ പുസ്തകം, ഒരു കാൽപ്പനിക കഥ എന്നൊക്കെ അർത്ഥത്തിലാണ്. സാഹിത്യ ചരിത്രത്തിൽ അതിനെത്രത്തോളം, എന്തായാലും എല്ലാ കാലത്തും സിലബസിൽ ചെമ്മീനുണ്ട്. അത് നമ്മുടെ ലോക സാഹിത്യത്തിന്, മലയാള സാഹിത്യത്തെ അടയാളപ്പെടുത്തിയ കൃതി എന്നതുകൊണ്ടൊക്കെ ആവാം. പ്രസ്ഥാനപരമായ വലിയൊരു പ്രാധാന്യം അതിനുണ്ടോയെന്ന് അറിയില്ല. അതിനപ്പുറത്ത് ഒരു കാൽപ്പനികമായ എഴുത്ത് മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ള, ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഒരാൾക്കും ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാൽപ്പനിക എഴുത്തിനെ ചെമ്മീൻ ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു മിത്ത്, ഈ മിത്തുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് വരുത്തി കഴിഞ്ഞാൽ, നമ്മൾ സൃഷ്ടിച്ചതാണെങ്കിൽ പോലും ലോകത്ത് മുഴുവൻ നമുക്കറിയില്ലല്ലോ, ഒരു കൂട്ടർ അങ്ങനെ ചിന്തിച്ചുകൂടായില്ലല്ലോ. റിയലിസ്റ്റിക് കഥയിൽ നിന്ന് മാറിയിട്ടാണ്. ആ അർത്ഥത്തിൽ ഒരു മിത്തിനെ കൈകാര്യം ചെയ്ത് ലോക സാഹിത്യത്തിൽ മലയാള സാഹിത്യം അടയാളപ്പെടുത്തിയ ഒന്നാണ് ചെമ്മീൻ.
സിനിമയായി, അങ്ങനെയൊക്കെ പല ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള പുസ്തകങ്ങളിലൊന്നാണ് ചെമ്മീൻ. മലയാളത്തിൽ വിറ്റുപോയതിനേക്കാൾ മറ്റ് പല രാജ്യങ്ങളിൽ ഈ പുസ്തകം വിറ്റുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്, നമ്പർ ഓഫ് കോപ്പീസ്. അപ്പോൾ അത്രയധികം ആളുകൾ ഇത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു മലയാളത്തിലെ ശ്രദ്ധേയമായ പുസ്തകമാണ്. നമ്മളത് വായിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ, അതിൻ്റെ വൈകാരികത, എഴുത്തുകാരൻ അതിൽ മിത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്തു, പ്രണയത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു, ദുരന്ത പ്രണയമാണ്, കഥാപാത്രങ്ങളെ നന്നായിട്ട് വായിക്കണം. കറുത്തമ്മ എങ്ങനെയാണ്, പരീക്കുട്ടി എങ്ങനെയാണ്, ചക്കി എങ്ങനെയാണ്, അതുപോലെ പളനി എങ്ങനെയാണ്, ഇവരെക്കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണ നമ്മുടെ സ്വതന്ത്ര വായനയാണ്. ഇവരെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യണം. ഈ പുസ്തകങ്ങളെല്ലാം ചോദ്യം വരുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള സന്ദർഭങ്ങൾ എടുത്ത് ഉത്തരങ്ങൾ പറയാൻ പറ്റണം, ഉത്തരത്തിൽ എഴുതാൻ പറ്റണം. അത്രയും ഓർമ്മ വേണം, പരിചയം വേണം, പുസ്തക പരിചയം. ഓക്കെ, അപ്പോൾ അതാണ് ചെമ്മീൻ. അപ്പോൾ നമ്മൾ നോവലും ചെറുകഥയും കഴിഞ്ഞു. പിന്നെ നാടകം, ക്രൈമാണ്. 1128 ക്രൈം 27. ക്രൈം എന്ന് പറയുന്നത് നമുക്ക് നാടകങ്ങളെ പരിചയപ്പെടാനും മലയാള നാടകത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചൊരു നാടകം എന്ന രീതിയിലാണ് ക്രൈം പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ക്രൈമിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും നമ്മൾ മലയാള നാടകത്തിന്റെ രൂപത്തിലും ഭാവത്തിലും ക്രൈം കൊണ്ടുവന്ന മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. രൂപം എന്ന് പറയുന്നത് ഇതൊരു നിഷേധ നാടകമാണെന്ന് നമ്മൾ പറയാറുണ്ട്. നിഷേധ നാടകം അല്ലെങ്കിൽ നാടകത്തിനകത്ത് നാടകം, നമ്മൾ കാണുന്ന നാടകമാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതിനൊക്കെ കുറെ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. എപ്പിക് നാടകം, അനാടക പ്രവണത, എക്സ്റ്റൻഷലിസ്റ്റ് നാടക രീതി, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന പരീക്ഷണ നാടകം എന്ന രീതിയിലാണ്. അതിൻ്റെ രൂപപരമായ പ്രത്യേകതകൾ ഭാവതലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ നാടകം സാധാരണ അതുവരെ നാടകങ്ങൾ കഥ പറയുന്ന രീതി പിന്തുടരുമ്പോൾ ഈ ക്രൈം എന്ന് പറയുന്ന നാടകം കഥ പറച്ചിലിൽ നിന്നും മാറി ഒരു തരത്തിൽ അന്യവൽക്കരണ സിദ്ധാന്തം ഉപയോഗിച്ച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ കഥ കൈകാര്യം ചെയ്യുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ഒരു കഥയല്ല, ഒരു മരണത്തിന്റെ പശ്ചാത്തലത്തിൽ മരണത്തെക്കുറിച്ച്, നീതിന്യായ സംവിധാനങ്ങളെക്കുറിച്ച്, നിയമവ്യവസ്ഥയെക്കുറിച്ച്, അതുപോലെ വധശിക്ഷയെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച്, ആത്മഹത്യാ കുറ്റത്തെക്കുറിച്ച്, നമ്മുടെ കോടതി വ്യവഹാരങ്ങളെക്കുറിച്ച്, പത്രങ്ങളെ, എന്താണ് പത്രധർമ്മം, ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കഥ പറച്ചിൽ രീതി മാറി ധാരാളം വ്യത്യസ്ത വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒന്നായിട്ട് ക്രൈം നാടകം മാറുന്നു. അപ്പോൾ ക്രൈം നാടകത്തെ നമ്മൾ അങ്ങനെ നോക്കിക്കാണണം. ഇത് മലയാള നാടക സാഹിത്യത്തിൽ ഒരു വലിയ മാറ്റമാണ്, ഒരു പരീക്ഷണ നാടകമാണ് എന്ന രീതിയിലൊക്കെ ക്രൈം നാടകത്തെ നമ്മൾ വായിക്കണം. അതിൽ ഈ ഗുരു ശിഷ്യ സംവാദം എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയ തലങ്ങൾ തന്നെയാണ്. ഓക്കെ, ക്രൈം കഴിഞ്ഞ് പിന്നെ നമുക്ക് 3 പുസ്തകങ്ങളാണുള്ളത്. ഒന്ന് നിരൂപണത്തെ പരിചയപ്പെടാൻ നമുക്ക് ഭാരത പര്യടനമുണ്ട്. അത് നമ്മൾ കുറെ കൂടി എന്താണ് അതിനകത്ത് പറഞ്ഞത് അതിനെ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിൽ ഒരു നിരൂപകൻ എന്ന നിലയിൽ കുട്ടിക്കൃഷ്ണ മാരാരെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ കഥ പറയും, ആ കഥ എങ്ങനെയാണ് മാരാര് വായിക്കുന്നതെന്ന് പറയും. ഇത് രണ്ടിൽ നിന്നും മാരാര് എന്ന നിരൂപകന്റെ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഒരു യുക്തിബോധമുണ്ട്, ധർമ്മബോധമുണ്ട്, സാഹിത്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പമുണ്ട്. അത് മനുഷ്യ സമുദായത്തിന് എങ്ങനെ ഗുണം ചെയ്യണം എന്നുള്ള സങ്കല്പമുണ്ട്. പുരാണങ്ങളെ പോലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. പുരാണ കഥകളിൽ അദ്ദേഹം മനുഷ്യരുടെ ആത്മാവിനെ എങ്ങനെ കണ്ടെത്തുന്നു, എല്ലാവരും വില്ലൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം എങ്ങനെ അദ്ദേഹത്തിന് നന്മയെ കണ്ടെത്തുന്നു, എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും ഉണ്ടെന്ന് പറയും. ഇത്തരത്തിലുള്ള നിഷ്പക്ഷത, അദ്ദേഹത്തിന്റെ തന്നെ കുറെ നിരൂപണ സങ്കല്പങ്ങളുണ്ട്. നിഷ്പക്ഷതാവാദം പോലെയുള്ള എല്ലാപ്പോഴും പക്ഷം പിടിക്കണം എന്ന് പറയുന്നതൊക്കെ മാരാരുടെ നിരൂപണം, ഭാരത പര്യടനം, അത് നമുക്ക് വായിക്കാം. പിന്നെ നമുക്ക് വായിക്കാനുള്ളത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്നുള്ള പുസ്തകമാണ്. അവിടെ നമ്മൾ ചങ്ങമ്പുഴയുടെ കഥയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ചങ്ങമ്പുഴയെക്കുറിച്ച് MK സാനു എന്ത് പറഞ്ഞു എന്നുള്ളതിനാണ്. ഒരു ജീവചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്, ആത്മകഥയല്ല. അതുകൊണ്ട് ചങ്ങമ്പുഴ എന്തെന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ചങ്ങമ്പുഴയെക്കുറിച്ച് MK സാനു എന്ത് പറഞ്ഞു, അതാണ് UPSC ചോദിക്കുകയുള്ളൂ. ചങ്ങമ്പുഴ ജീവിതത്തിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നതിനപ്പുറം ജീവചരിത്രത്തിൽ MK സാനു പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വിലയിരുത്തണം. ഓരോ അധ്യായവും നോട്ടെടുത്ത് വായിക്കേണ്ട ഒരു കൃതിയാണ് അത്. ഈ അവസാനത്തെ 3 കൃതി അങ്ങനെ തന്നെയാണ്. നിരൂപണത്തിൽ ഓരോ അധ്യായവും നമുക്ക് നോട്ട് ഉണ്ടാവണം. അപ്പോൾ അവിടെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടെങ്കിൽ മനസ്സിലാവും. MK സാനു മനസ്സിനെ കുറിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്, കാവ്യജീവിതവും വ്യക്തിജീവിതവും ഇഴചേർത്തുള്ള രചന എങ്ങനെയാണ് ഈ കൃതിക്ക് ഗുണമായത്, ഇതൊക്കെ ഒരു ജീവചരിത്രം എന്ന പോയിന്റ് ഓഫ് വ്യൂവിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വേണം ആ കൃതിയെ വായിക്കാൻ. അല്ലാണ്ട് ചങ്ങമ്പുഴയുടെ കഥയെക്കുറിച്ച് നമുക്ക് ധാരണ വേണം, അതിൽ ഫോക്കസ് ചങ്ങമ്പുഴയല്ല, MK സാനു ചങ്ങമ്പുഴയെക്കുറിച്ച് എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അവസാനത്തെ നമ്മൾ കണ്ണീരും കിനാവുമാണ്. കണ്ണീരും കിനാവും വായിക്കുമ്പോൾ നമ്മൾ സ്വാഭാവിക ആത്മകഥയാണ്, അതുകൊണ്ട് തന്നെ ആ വ്യക്തിയാണ് പറയുന്നത്. അതുകൊണ്ട് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. VT ഭട്ടതിരിപ്പാടിന്റെ ജീവിതത്തെ നമ്മൾ അതിലൂടെ വായിക്കാൻ ശ്രമിക്കുകയാണ്.
അപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ജീവിത സന്ദർഭങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും പിന്നീട് അദ്ദേഹം രൂപപ്പെട്ടു വരുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന രീതിയിലും എങ്ങനെയൊക്കെ രൂപപ്പെടുത്താൻ സഹായിച്ചു, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എങ്ങനെയാണ് ഇത്തരം ആശയങ്ങളിലേക്ക് എത്തിപ്പെടുത്തുന്നത്, അദ്ദേഹം അനുഭവിച്ച ആത്മസംഘർഷങ്ങളും ഭൗതികമായ സംഘർഷങ്ങളും എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ണീരും കിനാവും എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അതിൽ തന്നെ ഓരോ അധ്യായത്തെ ഫോക്കസ് ചെയ്ത് ചോദ്യം വരാറുണ്ട്. ജ്ഞാനസ്നാനം എന്ന് പറയുന്ന അധ്യായത്തിൽ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ കണ്ണീരും കിനാവും തലക്കെട്ടതിന് യോജിക്കുന്നതാണോ. അതിനോടൊപ്പം തന്നെ ഈ ആത്മകഥയുടെ ഒരു പ്രത്യേകത മലയാളത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സാമൂഹിക ആത്മകഥ എന്ന രീതിയിലാണ്. ഇതൊരു വ്യക്തിയുടെ കഥ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ കഥ കൂടിയാണ് എന്ന അഭിപ്രായത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് യുപിഎസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വി.ടി. ഭട്ടതിരിപ്പാട് എങ്ങനെയാണ് നമ്പൂതിരി സമുദായത്തിന്റെ പ്രതീകമാകുന്നത്, ആത്മസംഘർഷങ്ങൾ പിൽക്കാല കേരള സമൂഹത്തിനും നമ്പൂതിരി സമൂഹത്തിനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ എങ്ങനെ സഹായകമായി, പിന്നെ ഒരു ആത്മകഥയിൽ എപ്പോഴും നമ്മൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പറയുന്ന ഒരു കാര്യം ഇതിന് കൂടുതലാണെന്ന് പറയും, സത്യസന്ധത. അവനവനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു അഹംബോധം എല്ലാവരിലും ഉണ്ടായി വരും. അതില്ലാത്തൊരു കൃതിയാണോ ഇത്, അങ്ങനെ യുപിഎസ് ചോദിക്കാൻ. അത് ഇതിൽ പറയുന്ന തുറന്നു പറച്ചിലുകളുടെ സത്യസന്ധതയാണ്. തന്നെക്കുറിച്ച് തനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ തുറന്നു പറയുക, തൻ്റെ മോശം സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പിന്നീട് താൻ എങ്ങനെ തിരുത്തിന്നോണ പറഞ്ഞ കഥ പറയുന്നുണ്ട്, അച്ഛനെ കുറിച്ച് മോശം വിചാരിച്ച കാര്യം പറയുന്നുണ്ട്, ഗുരുവിനെ ദോഷം കാണിച്ച കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തി ഇത്രയും തുറന്നു പറച്ചിൽ, ആ തുറന്നു പറച്ചിലൂടെ ആ വ്യക്തിയുടെ സത്യസന്ധത പ്രകടമാകുന്നുണ്ട്. ക്ലിയർ ആയോ? ഇതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫോക്കസ് മനസ്സിലാക്കി അടുത്ത വായനകൾ വായിക്കണം. ആദ്യ വായന നിങ്ങൾ ആസ്വദിച്ചാണ് വായിച്ചിട്ടുണ്ടാവുക. നിലവിൽ നിങ്ങൾക്ക് സാഹിത്യ കൃതികളൊക്കെ നല്ല പരിചയം ഉണ്ടാകാം. പക്ഷെ ഇനി പരീക്ഷയുടെ ഒരു ഡിമാൻഡ് എങ്ങനെ വരുന്നു നമ്മൾ മനസ്സിലാക്കി വേണം വായിക്കാൻ. ക്ലിയർ ആയോ? എന്നാൽ ഈ കൃതികളെ കുറിച്ച് നമ്മൾ പ്രോഗ്രാമിലുള്ളവർക്ക് നമ്മൾ ക്ലാസ്സുകളിൽ പറയും. അതല്ലാത്തവർ സ്വയം പഠിക്കുകയാണെങ്കിൽ തന്നെയും ഈ ഫോക്കസ് വിടാതെ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. പേഴ്സണൽ മെൻറ്റർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നമ്മൾ പ്രോഗ്രാം പേഴ്സണൽ മെൻറ്റർഷിപ്പ് ശരിക്കും ഒരു ഇയർ ലോങ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം പ്രോഗ്രാം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ പലയിടത്തും ക്ലാസ് അറ്റൻഡ് ചെയ്തവരായിരിക്കും. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരിക, നിങ്ങളെ പരീക്ഷ എഴുതിപ്പിക്കുക, നിങ്ങൾ മെയിൻസ് എഴുതുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ പ്രോഗ്രാം തുടങ്ങുന്നത്, അതിന് പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നുമില്ല, പരീക്ഷ എഴുതുന്നത് നിങ്ങളുടെ സൗകര്യമാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ക്ലാസ്സുകൾ മെയിൻസിൻ്റെ ക്ലാസ്സുകളുടെ കൂടെയാണ് പോകുന്നത്. അത് 14-ാം തീയതി മുതൽ തുടങ്ങും. അത് ഈവനിങ് 1 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവുക. എല്ലാ ദിവസവും ഇല്ല, ദിവസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ദിവസം ഏത് ടോപ്പിക്കാണെന്ന് പറയും. ആ ക്ലാസ്സുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലെയൊക്കെ തന്നെ ഒരു വിഷയത്തിൻ്റെ സമഗ്രമായ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊരു ചർച്ച ഓരോ യൂണിറ്റിനും നടത്തും. അതിൽ നിന്ന് യുപിഎസ്സിയുടെ ചോദ്യങ്ങൾ വരുന്ന എങ്ങനെ പഠിക്കണം എന്നുള്ള ഗൈഡൻസ് തരും. അവസാനത്തെ ഒരു 15 മിനിറ്റ് 1-2 ചോദ്യങ്ങൾ എടുത്ത് അതിന് എന്തൊക്കെ തരത്തിൽ ഉത്തരങ്ങൾ എഴുതാം, നിങ്ങളുടെ ഒരു ഉത്തരത്തെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് നന്നാക്കാൻ വേണ്ടി ഒരു ഗൈഡൻസ് തരും. മെയിൻസുകാരെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഭാവിയിൽ മെയിൻസ് എഴുതുന്ന രീതിയിൽ മെൻറ്റർഷിപ്പിലുള്ളവർക്ക് നമ്മളെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാണ്. പിന്നെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് മൊത്തം 12 യൂണിറ്റ് വൈസ് ടെസ്റ്റുകളും 2 ഫുൾ ടെസ്റ്റുമാണ് വരുന്നത്. യൂണിറ്റ് വൈസ് ടെസ്റ്റ് 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. പുതിയ ചോദ്യങ്ങളാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല. അതിൽ ഓരോ യൂണിറ്റും ഒരു യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് 3 യൂണിറ്റുകൾ അല്ലെങ്കിൽ 4 യൂണിറ്റുകൾ വരെ. ഇപ്പം നോവലാണെങ്കിൽ നോവൽ, ഇന്ദുലേഖ, ചെമ്മീൻ, ഖസാക്കിന് ഇതിഹാസം ഒറ്റ പരീക്ഷയാണ്. കവിത, ആധുനിക കവികൾ അല്ല, ആധുനികതയും ഉത്തരാധുനികതയും, അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുരുക്ഷേത്രം, പണ്ടത്തെ മേശാന്തി, മേഘരൂപൻ, അങ്ങനെ കമ്പയർഡ് ആയിട്ടൊരു ഫോമാണ്. അപ്പോൾ അതിന് പരീക്ഷ 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. ഓരോ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡേറ്റ് ഇല്ല. 1 വീക്കാണ് ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സമയം. പരമാവധി അതിനകത്ത് പഠിച്ചു തീർക്കുക. അതിനുള്ളിൽ തീർന്നില്ലെങ്കിൽ അടുത്ത 1-2 ദിവസം കൂടി എടുത്ത് പഠിച്ചു തീർത്ത് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരും. നിങ്ങൾ ഇവിടെ വന്ന് ഓഫ്ലൈൻ എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം, ഓൺലൈനായിട്ട് എഴുതുന്നവർക്ക് ഓൺലൈനായിട്ട് എഴുതാം. അതിന് പേഴ്സണൽ ഫീഡ്ബാക്ക് ആണ്. പേപ്പർ വാല്യൂ ചെയ്ത് ഫീഡ്ബാക്ക് പറയും. അതൊരു 4 മാസം കൊണ്ട് നമ്മൾ തീർക്കേണ്ട പ്രോഗ്രാമാണ്. പരമാവധി നിങ്ങൾക്ക് ഒരു 6 മാസം വരെ പോവാം. ഡിസംബറിനകത്ത് നിങ്ങൾ തീർക്കണം. പരമാവധി നന്നായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽ സപ്പോർട്ട്, അതുപോലെ അധിക വായനയ്ക്കുള്ള പഠനങ്ങൾ സ്കാൻഡ് കോപ്പീസും തരും. അത് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. ക്ലാസ് ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ആയിരിക്കും. ഓക്കെ. അവസാനത്തെ 2 ഫുൾ ടെസ്റ്റ് 250 മാർക്കിൻ്റെയാണ്. 10,000 രൂപയാണ് അതിൻ്റെ ഫീസ്. ബാക്കി ഫീസ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലെ നമ്പറിൽ വിളിച്ചാൽ, ഞാൻ നേരെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ആ നമ്പർ, അതിൽ വിളിച്ചാൽ അത് പറഞ്ഞു തരും. ഇത്തവണ മെയിൻസ് എഴുതുന്നവർക്ക് മെയിൻസ് ടെസ്റ്റ് സീരീസാണ്. അത് 2.5 മാസം കൊണ്ട് നമ്മൾ തീർക്കും. അത്ര സ്പീഡായിരിക്കും. നിങ്ങൾക്ക് അത്രയും നിങ്ങൾ സമാധാനത്തിൽ ഭംഗിയായി പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
ക്ലിയർ അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി നമ്പർ ഇടാം. ആരെങ്കിലും ക്ലാസ്സിലില്ലാത്തവർ നിങ്ങൾ പേഴ്സണലി ഒന്ന് വിളിച്ചോളൂ. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ സമയം നമ്മുടെ ആയതുകൊണ്ട് നമ്പർ ഒന്ന് ഇടാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ സ്വയം പഠിക്കുന്നവരൊക്കെ നന്നായി പഠിക്കുക. അല്ലാതെ സഹായങ്ങൾ വേണ്ടവർ വിളിക്കുക. നമുക്ക് ഭാവിയിൽ പഠനത്തിൻ്റെ ഏതെങ്കിലും വഴികൾ വെച്ച് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.